ഹായ് മക്കളെ, എടാ നമ്മൾ നെക്സ്റ്റ് നോക്കുന്ന ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഒരൊറ്റ മെയിൻ ക്വസ്റ്റ്യൻസ് ആണ് ഇതിന് മെയിനായിട്ട് ചോദിക്കുക. പക്ഷേ ചില വർഷങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സാധ്യത ഉണ്ട് ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഭാഗമൊക്കെ ചോദിക്കാൻ ഒരു ചാൻസ് ഉണ്ട്. ഇതൊക്കെ പ്രീവിയസ് ഇയർ വന്ന ക്വസ്റ്റ്യൻസ് ആണ്. എപ്പോഴും നമുക്ക് ചോദിക്കാൻ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സും എഫും ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും ചോദിക്കുക. പ്രോബിലിറ്റി ഇതിലാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. അതുപോലെ വേരിയൻസിൽ എക്സും എഫ് ഉള്ളതാണ് ഏറ്റവും ചാൻസ് കൂടുതൽ. ഞാൻ ആദ്യമേ പറയാം, ഇതിനാദ്യം ചാൻസ് ബിക്കോസ് പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്. പക്ഷേ മുൻ വർഷങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിലുള്ള അതുപോലെ ഇങ്ങനെ ഒരൊറ്റ സിംഗിൾ റോ ഡാറ്റ തന്നിട്ട് നമ്മളോട് മീൻ ഡിവിയേഷൻ അബൌട്ട് മീനൊക്കെ ചോദിക്കും. സിംഗിൾ റോ ഡാറ്റ മാത്രം തന്നുകൊണ്ട് നമ്മളോട് ചോദിക്കും. അപ്പോൾ അതും കൂടെ നമ്മൾ ഈ വർഷം നമ്മൾ പ്രത്യേകം പരിഗണന കൊടുത്തുകൊണ്ടാണ് സാറ് മെറ്റീരിയൽ സെറ്റാക്കി മീൻസ് ക്ലാസ്സുകൾ റെഡി ആക്കിയിട്ടുള്ളത്. സോ അത് പ്രീവിയസ് ഇയർ വന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതൊക്കെ രണ്ട് രീതിയിൽ നമുക്ക് ഈ വർഷം എക്സാമിന് ചോദിക്കാം എന്നുള്ള പ്ലാനോട് കൂടി തന്നെ നമുക്ക് പഠിക്കണം. വളരെ ഈസിയാണ്, വളരെ 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 ഫൺ ചാപ്റ്ററാണ് ആക്ച്വലി സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന പ്ലസ് വണ്ണിലെ ചാപ്റ്റർ കേട്ടോ. ഒരു ടെൻഷനും വേണ്ട, വൺസ് കണ്ട ഫുൾ മാർക്ക് കിട്ടും. വൺസ് ഒരു തവണ രണ്ട് തവണ ഒക്കെ ഒന്ന് എഴുതി പഠിച്ച് മാക്സിമം ഞാൻ പറയുന്ന ഒരു തവണ തന്നെ എഴുതി പഠിച്ചാൽ മതി എന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കാര്യത്തിൽ. കൂടുതൽ നിങ്ങളോട് എഴുതി പഠിച്ച സമയം വേസ്റ്റ് ആക്കണമെന്നൊന്നുമില്ല. വൺസ് വീഡിയോ കാണുമ്പോൾ തന്നെ വട്ടം നല്ല വൃത്തിയിൽ എഴുതി പഠിച്ചാൽ തന്നെ ഇത് ഓൾറെഡി സെറ്റായി കിട്ടും കേട്ടോ. സമയം കളയേണ്ട, വേഗം ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ വേണ്ടത് എന്താ വെച്ചാൽ ഇവിടെ എന്താ സാറേ ക്വസ്റ്റ്യൻ. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, മീൻ ഡീവിയേഷൻ അബൌട്ട് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ. അതായത് ഒരൊറ്റ ക്ലാസിക് ഡാറ്റ മാത്രം തരുന്നതിനാണ് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറയുന്നത്. ഇങ്ങനെ തരുന്ന ഡാറ്റകളെ നമ്മൾ എന്ത് ചെയ്യാണ്, അതിൻ്റെ എന്ത് കാണാൻ, മീൻ ഡീവിയേഷൻ കാണാം. ഓക്കെ, അപ്പോൾ മീൻ ഡീവിയേഷൻ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി MD ആണ് മീൻ ഡീവിയേഷൻ. ഞാൻ ഷോർട്ടൻ ചെയ്ത് MD എന്ന് എഴുതുന്നത് കേട്ടോ. മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, MD ഷോർട്ടൻ ചെയ്ത് MD എന്നാണ്, മീൻ ഡീവിയേഷൻ എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. MD മീൻ ഡീവിയേഷൻ. ഓക്കെ, എടാ മീൻ ഡീവിയേഷൻ ഇവിടെ കാണുന്നത് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ ലൈക്ക് ഒരൊറ്റ ഡാറ്റാസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മാർക്സ് മാത്രം 4 മാർക്ക് 7 മാർക്ക് 8 മാർക്ക് ഒരു ക്ലാസ്സിൽ കിട്ടിയ കുട്ടികളുടെ മാർക്കാണിത് എന്ന് വിചാരിച്ചോ. ജസ്റ്റ് മാർക്കുകൾ മാത്രം, അത് ഒരേ മാർക്ക് ഇത്ര പേർക്ക് ഒന്നുമില്ല, സിംപ്ലി മാർക്ക് മാത്രം ജസ്റ്റ് ഇങ്ങനെ തന്ന് കോമട്ട് തരികയാണെങ്കിൽ അത്തരം പ്രോബ്ലങ്ങളുടെ മീൻ ഡീവിയേഷൻ എങ്ങനെ കാണാം എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. സോ മീൻ ഡീവിയേഷൻ കാണാനുള്ള ഫോർമുല ഇതാണ്, ഡയറക്റ്റ് പഠിച്ചു വെക്കുക. സമ്മേഷൻ I1 to N. നമുക്കിവിടെ കാണേണ്ടത് XI മൈനസ് എക്സ് ബാർ. ഇത് എപ്പോഴും ഫിക്സ്ഡാണ്. എന്താ പറഞ്ഞത് എക്സ് ബാർ ഒക്കെ XI മൈനസ് എക്സ് ബാർ. XI എന്ന് പറഞ്ഞാൽ ഇൻപുട്സുകളാണ്, നമുക്ക് തന്ന ഇൻപുട്ടുകളാണ് XI എന്ന് പറയുന്നത്. അതിൻ്റെ മോഡുലസ് കാണും, അതിൻ്റെ എന്ത് കാണാം, മോഡുലസ് കാണാം. എന്നിട്ട് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, N കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഞാൻ സ്മോൾ ലെറ്റർ N ആണ് കൊടുക്കുന്നത്, ക്യാപിറ്റൽ ലെറ്റർ N കൊടുക്കണം എന്നില്ല, സ്മോൾ ലെറ്റർ N തന്നെ കൊടുത്താൽ കേട്ടോ. സ്മോൾ ലെറ്റർ N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ടേം കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. എന്താണ് നമ്മുടെ ഫോർമുല എന്ന് പറഞ്ഞ്, മീൻ ഡീവിയേഷൻ്റെ ഫോർമുല പറഞ്ഞ് MD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ഡീവിയേഷൻ്റെ ഷോർട്ടാണ്. സമ്മേഷൻ I 1 മുതൽ N വരെയാണ്. നമുക്ക് എത്ര ഡാറ്റ തന്നിട്ടുള്ളത്, 1 2 3 4 5 6 എത്ര ഡാറ്റൻസ് ഉണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ എപ്പോഴും ഇതെന്താ വെച്ചാൽ XI മൈനസ് എക്സ് ബാർ. ഇത് ഫിക്സ്ഡ്, അത് പഠിക്കുക, കാണാപ്പാടം പഠിച്ചേ XI മൈനസ് എക്സ് ബാർ. ഇവിടെ ഫ്രീക്വൻസി ഇല്ല പ്രോബ്ലത്തിൽ. ഇനി നമ്മൾ അടുത്ത പ്രോബ്ലം കഴിഞ്ഞാൽ ഫ്രീക്വൻസി തരുമ്പോൾ ഇതിന് തൊട്ട് മുന്നേ ഫ്രീക്വൻസി FI എന്ന് കൂടി ഗുണിച്ചാൽ മതി. കണക്ട് ചെയ്ത് പഠിക്കാൻ ഇത് വളരെ ഈസിയാണ്. ഓക്കെ, ഫ്രീക്വൻസി ഉള്ള പ്രോബ്ലത്തിൽ ഇവിടെ എന്ത് വരും, FI വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ളത് ഫിക്സ്ഡ് ആണ്. അപ്പോൾ എന്താണ് മോഡ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് നമ്പറിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് മോഡുലസ് കൊടുക്കുന്നത്. ഫോർമുല എന്താണ്, XI മൈനസ് എക്സ് ബാർ. എന്താ സാറേ ഈ എക്സ് ബാർ എന്ന് പല ആളുകൾക്ക് ഉണ്ടാവും. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ മീനാണ്. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ മീൻ കാണുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എക്സ് ബാർ എന്ന് വിളിക്കുന്നത് കേട്ടോ. മീൻ ആവറേജ് എന്നൊക്കെ പറയും കേട്ടോ. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്, മീൻ കാണാൻ ആവറേജ് കാണാൻ നമ്മൾ പഠിക്കുന്നത്. സെയിം ഫോർമുല തന്നെയാണ് ഇവിടെ മീൻ അല്ലെങ്കിൽ എക്സ് ബാർ കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് സമ്മേഷൻ XIകളാണ്. അല്ലെങ്കിൽ സമ്മേഷൻ X എന്നും വേണമെങ്കിലും പറയാം, അല്ലെങ്കിൽ സമ്മേഷൻ XI ഡിവൈഡ് ബൈ എന്താ N ആണ്. നമ്മളെന്ത് ഡിവൈഡ് ബൈ N ആണ് നമ്മളുടെ ഫോർമുല കേട്ടോ. ഡിവൈഡ് ബൈ N കേട്ടോ. XI എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ടുകളെ തമ്മിൽ എന്ത് ചെയ്യുക, ഒക്കെപ്പാടെ കൂട്ടുക. ഈ സമ്മിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ പ്ലസ് 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 എന്നാണ് കേട്ടോ. XIയിലുള്ള എല്ലാ ആളുകളെയും കൂട്ടുക. അപ്പോൾ ഈ എക്സ് ബാർ എന്ന് പറയുന്നത് മീൻ കാണുന്ന ഫോർമുലയാണ്. സമ്മേഷൻ XI ഡിവൈഡ് ബൈ നമ്പർ ഓഫ് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, കൗണ്ട് ചെയ്യുക, 1 2 3 4 എത്ര വെച്ചാൽ കൗണ്ട് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യാം. സോ നേരെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും, ടൈം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. കൺസിഡർ ദ ബ്ലാ 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 ഫോളോയിങ് ഡാറ്റ, ഫൈൻഡ് ദ മീൻ. എക്സ് ബാർ കാണാനാണ് മീൻ പറയാന്നുള്ളത് മറക്കണ്ട. മീൻ എന്ന് പറഞ്ഞാൽ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ മീൻ എന്ന് പറഞ്ഞാൽ എക്സ് ബാർ, മീൻ എന്ന് പറഞ്ഞാൽ എക്സ് ബാർ ആവറേജ് കേട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദി MD മീൻ ഡീവിയേഷൻ അബൌട്ട് ദി മീൻ. ഫ്രീക്വൻസി ഉള്ള ക്വസ്റ്റ്യൻ അല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഫോർമുല തന്നെയാണ് വരിക.
സോ ഫസ്റ്റ് മീൻ കാണാം, എക്സ് ബാർ കാണാം. പെട്ടെന്ന് പെട്ടെന്ന് കണ്ടുകൂടി, വേസ്റ്റ് ആക്കൊന്നും വേണ്ട സമയം. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്ന വാല്യൂസ് ഒക്കെ ഒന്ന് തമ്മിൽ കൂട്ടാം. 8 + 9 കാൽക്കുലേറ്ററിലോട്ട് കൂട്ടിയാലും മതി കേട്ടോ. 12 + 13 + 17 എന്നിട്ട് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കൗണ്ട് ചെയ്ത് എത്ര ഉണ്ടത്? 1 2 3 4 5 6 7 8 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. n കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതാണല്ലോ എക്സ് ബാർ. എക്സ് ബാറിൻ്റെ ഫോർമുല എന്താ? എക്സ് ബാറിൻ്റെ ഫോർമുല എന്താണ്? എക്സ് ബാർ = സമ്മേഷൻ xi/n. ഇതാട്ടാ ഫോർമുല. ഫോർമുല എഴുതി വെക്കണം, നല്ലതാണ്, മാർക്ക് മിസ് ചെയ്യണ്ട കേട്ടോ. ഒക്കെ പാടെ കൂട്ടിയോ? എല്ലാം പാടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത്? 24 കിട്ടുന്നത് അല്ലേ? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര ആൻസർ വരുന്നത്? 24 അല്ലല്ലോ, തെറ്റി. എല്ലാം പാടെ കൂട്ടിക്കഴിഞ്ഞാൽ 80 കിട്ടുന്നത്. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 8 8 80 10 കിട്ടും. അപ്പോൾ എക്സ് ബാർ ഒന്ന് ബോക്സിലാക്കിയേ കേട്ടോ. എക്സ് ബാറിൻ്റെ ആൻസർ ഒന്ന് ബോക്സിലാക്കിയേക്ക്. എക്സ് ബാറിൻ്റെ ആൻസർ കിട്ടുക 10 ആണ് കേട്ടോ. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ ഒക്കെ പാടെ കൂട്ടി 80 കിട്ടുക. n കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമ്പർ ഓഫ് ടേം. n എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ലടാ, നമ്പർ ഓഫ് ടേം കൗണ്ട് ചെയ്യുക. 1 2 3 4 5 6 7 8. അപ്പോൾ എക്സ് ബാർ അല്ലെങ്കിൽ ആവറേജ് കിട്ടി. എടാ ഇവിടുത്തെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദി മീൻ ഡീവിയേഷൻ അബൌട്ട് ദി മീൻ. മീൻ കാണാനാണ്. നിങ്ങളിവിടെ എന്താ വെച്ചാൽ ബോക്സ് വരച്ചപ്പോഴും നമ്മൾ ഇങ്ങനത്തെ പ്രോബ്ലത്തിലൊക്കെ ബോക്സ് വരക്കാൻ നല്ലത്. എളുപ്പത്തിൽ ബോക്സ് വരച്ച പരിപാടി. ഓക്കെ, ഫസ്റ്റ് xi. ഓക്കെ, xi. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ ബോക്സ് ഇങ്ങനെ വരക്കാച്ചാലേ എടാ xi ആ ഇൻപുട്ടുകൾ എഴുതാം. പിന്നെ അതിന് xi - x ബാർ കാണാം. എന്നിട്ട് അതിൻ്റെ എന്ത് കാണാം? മോഡ് കാണാം. എന്നിട്ട് ഒക്കെപ്പാടെ കൂട്ടാം. അതിനാണ് സമ്മേഷൻ എന്ന് പറയുക. സമ്മേഷൻ എന്ന് പറഞ്ഞാൽ ഈ മോഡ് xi - x ബാർ കാണുന്ന ബോക്സ് കംപ്ലീറ്റ് നമ്മൾ കൂട്ടുക, സമ്മ് ചെയ്യാം. അതിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ xiകൾ എണ്ണം. പിന്നെ അതുപോലെ എന്തുണ്ടാ? xi - x ബാർ. അത് കഴിഞ്ഞാൽ xi - x ബാറിൻ്റെ മോഡുലസ്. 3 കള്ളികളെ വേണ്ടുള്ളൂ. 4 7 8 കറക്റ്റ് ഓർഡർ എഴുതാം. 4 7 8 9 10 12 13 17 കറക്റ്റ് ഓർഡറിൽ എഴുതാം. xi - x ബാർ. അപ്പോൾ xi ഫസ്റ്റത്തെ എന്താ? ഈ ഇൻപുട്ടുകളെയാണ് നമ്മൾ കംപ്ലീറ്റ്ലി xi എന്ന് പറയുന്നത്. xi - x ബാർ. x ബാർ നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. എത്രയാണ്? 10 ആണ്. ഫിക്സഡ്, അത് മാറില്ല. ഇനി ഈ വാല്യൂ മാറില്ല കേട്ടോ. xi - x ബാറിൻ്റെ സ്ഥാനത്ത് 10. ഇത് ഫിക്സഡാണ്. ഈ 10 ഇനി ഒരു കാരണവശാലും എന്താവില്ല? മാറൂല. xi - x ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ 10 എന്ന് പറഞ്ഞ വാല്യൂന് എന്ത് ചെയ്യില്ല? മാറില്ല. എക്സ് ബാർ ഫിക്സഡ് ആണ്. എക്സ് ബാർ എന്താണ്? 10 ആണ്. xi ഇൻപുട്ടുകൾ മാറിക്കൊണ്ടേയിരിക്കുമ്പോൾ ഓരോന്ന് പറഞ്ഞു. 4 - 10 എത്രയാണ്? -6. അതിൻ്റെ മോഡുലസ് ഉണ്ടായാൽ എന്താവും? 6 ആവും. മനസ്സിലായില്ല? എടാ മോഡുലസ് എന്ന് പറഞ്ഞാൽ മോഡുലസ് എത്രയാടാ? 6 ആണ്. അപ്പോൾ ഇവിടെ -6 ആണെങ്കിൽ അതിൻ്റെ മോഡുലസ് അപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? 6 ആണ് കിട്ടുക. ക്ലിക്ക് ആയില്ലേ? ഓക്കെ. 7 - 10 എന്ന് പറഞ്ഞാൽ -3. ദാറ്റ് ഈസ് 3. 8 - 10 -2, so 2. 9 - 1 -1 1. 10 - 10 0 0. 12 - 10 2 2. That is 3 3. 7 7. ഓക്കെ, ഇനി ഇതൊക്കെ പാടൊന്ന് കൂട്ടിക്കോ. അതെല്ലാം പാടെ കൂട്ടാം. അതെന്തുകൊണ്ടാണ് എല്ലാം പാടെ കൂട്ടാൻ കാരണം? ഇതെല്ലാം പാടെ ആഡ് ചെയ്യാൻ കാരണം എന്താ? ഇവിടുത്തെ ഫോർമുലയാണ്. ഫോർമുലയിൽ നോക്കിയൊക്കെ കണ്ട ഈ മോഡ് xi - x ബാറിൻ്റെ സമ്മ് ചെയ്യാം. സമ്മ് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാം പാടെ എന്ത് ചെയ്യാം? കൂട്ടുക. എല്ലാം പാടെ എന്ത് ചെയ്യാം? കൂട്ടുക. ഓക്കെ, അപ്പോൾ കൂട്ടിക്കഴിഞ്ഞാൽ എന്താ കിട്ടുക? എല്ലാ ആൻസറും കൂട്ടി നോക്ക്. കൂട്ടി എത്ര കിട്ടും നോക്ക്. കാൽക്കുലേറ്ററിൽ നിങ്ങൾ ജസ്റ്റ് കൂട്ടിയാലും മതി കേട്ടോ. 24. ഇടക്കപ്പാടെ കൂട്ടി നോക്ക്. കാൽക്കുലേറ്ററിൽ കൂട്ടി നോക്ക്. 24 ആണ് കിട്ടുക കേട്ടോ. 24. ഇനി നേരെ നമ്മളുടെ ഫോർമുല എഴുതാം. നമ്മുടെ ഫോർമുല എന്താണ്? മീൻ ഡീവിയേഷൻ MD = സമ്മേഷൻ i1 to n മോഡ് xi - x ബാർ ബൈ n. എടാ ഈ ഭാഗമാണ് ഇതിൽ, ഈ ഭാഗമാണ് നമ്മളിപ്പോൾ ഒക്കെപ്പാടെ കിട്ടിയത്. ഞാനിവിടെ എഴുതാണെങ്കിൽ ഈ സമ്മേഷൻ മോഡ് xi - x ബാറാണ് 24 നമ്മളുടെ കേട്ടോ. ഈ സമ്മേഷൻ്റെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇതിലുള്ള എല്ലാ എലമെൻസിനും തമ്മിൽ കൂട്ടാം.
അപ്പോൾ 24 n കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 8 ഒരെട്ടിട്ട് 3 24 3 നമുക്ക് എന്ത് കിട്ടുക ഉത്തരം കിട്ടണം. അതാണ് മീൻ ഡീവിയേഷൻ്റെ ഫൈനൽ ആൻസർ. 3 ആണ് ഫൈനൽ ആൻസർ. 24 എന്നോട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇത് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ്, പഠിക്കണം കേട്ടോ. എടാ ഇതേ ക്വസ്റ്റ്യനിൽ മീഡിയൻ വരും. ഫൈൻഡ് ദി മീൻ ഡീവിയേഷൻ അബൌട്ട് ദി മീഡിയം ഫോർ ദി ഫോളോയിങ് ഡാറ്റ. അപ്പോൾ മീനുമുണ്ട് മീഡിയവും ഉണ്ട്, രണ്ട് ടോപ്പിക്കാണല്ലോ, ഒന്ന് മീനുമുണ്ട് മീഡിയം ഉണ്ട്. അപ്പോൾ നമ്മൾ മീൻ പഠിച്ചു. മീൻ എന്ന് പറയുന്നതാണ് എക്സ് ബാർ. മീഡിയം നല്ല സിമ്പിളാണ് പഠിക്കാൻ. മീഡിയത്തിൻ്റെ ലെറ്റർ എം ആ. മീഡിയം എന്ന് പറഞ്ഞാൽ നടുവിനാണ് മീഡിയം എന്ന് പറയാം. മീഡിയം മീൻ എന്ന് പറഞ്ഞാൽ ആവറേജാണ്. എക്സുകൾ ആ വാല്യൂ മൊത്തത്തിൽ കൂട്ടുക ബൈ n കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്പറുകൾ ഇപ്പോൾ 1 2 3 4 5 ഇതിൻ്റെ മിഡിൽ വാല്യൂ ഏതാ? മീഡിയം എന്ന് പറഞ്ഞാൽ മിഡിൽ വാല്യൂ എന്നാണ്. 1 മുതൽ 5 വരെയുള്ള വാല്യൂവിൻ്റെ മിഡിൽ വാല്യൂ അല്ലെങ്കിൽ ഇതിൻ്റെ മീഡിയൻ എത്രയെന്ന് ചോദിച്ചാൽ 3 ആണ് മീഡിയൻ. കാരണം ഇതിൻ്റെ സെൻറ്റർ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മീഡിയൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സെൻറ്റർ വാല്യൂ അത്രയേ ഉള്ളൂ, അതിനെ നമ്മൾ എന്ത് വിളിക്കുക? മീഡിയം. മീഡിയത്തിൻ്റെ പ്രോബ്ലം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡാറ്റനെ അസെൻഡിങ് ഓർഡറിൽ എഴുതണം. എങ്ങനെയാണെന്ന് പറഞ്ഞേ, മീഡിയമാണ് എക്സാമിന് വരുന്നത്. വളരെ റയർ എക്സാമുകൾക്ക് മീഡിയം വരാറുള്ളൂ, പക്ഷേ മീഡിയം വരാം. വളരെയധികം ശ്രദ്ധിക്കണം, എക്സാമിന് മീഡിയം വരാം കേട്ടോ. നമ്മൾ എല്ലാം വൃത്തിക്കാണ് പഠിക്കുന്നത്. അതുകൊണ്ട് മീഡിയൻ വന്നാൽ നമ്മൾ ഡാറ്റകളെ നമ്മൾ എന്ത് ചെയ്യണം? അസെൻഡിങ് ഓർഡറിൽ എഴുതുക എന്നുള്ളത് നിർബന്ധം. ഓക്കെ, ഫസ്റ്റ് നമ്മളപ്പോൾ അസെൻഡിങ് ഓർഡറിൽ എഴുതാം. ഈ ഡാറ്റനെ അസെൻഡിങ് ഓർഡറിൽ എഴുതാം. ചെറുതിൽ നിന്നും അല്ലെ ആരോഹണം എന്ന് പറയും കേട്ടോ. ചെറുതിൽ നിന്നും വലുത് വരുന്നത് 10 എഴുതിക്കോ. 11 2 വട്ടം 11 ഉണ്ടെങ്കിൽ 2 വട്ടം എഴുതണം കേട്ടോ. 12 13 2 വട്ടം 13 ഉണ്ട്. 14 16 17 17 17 18 കേട്ടോ. ചെറുതിൽ നിന്നും വലുത് വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? ഡാറ്റകളെ അറേഞ്ച് ചെയ്യുക. എല്ലാവരും ഡാറ്റകളെ അറേഞ്ച് ചെയ്യും. ചെറുതിൽ നിന്നും വലുതിലോട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് എപ്പോഴാണ് അറേഞ്ച് ചെയ്യേണ്ടത്? മീഡിയം കാണാൻ വേണ്ടി എക്സാമിന് ക്വസ്റ്റ്യൻ വന്നാൽ ചെറുതിൽ നിന്നും വലുത് വരുന്ന രീതിയിൽ എന്ത് ചെയ്യുക? അറേഞ്ച് ചെയ്യുക. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, സാർ ഒന്നുകൂടെ ജസ്റ്റ് പറഞ്ഞു മാത്രം. അതിനുശേഷം നമ്പർ ഓഫ് ടേം എത്ര ഉണ്ട് നോക്കുക? n. മൊത്തം എത്ര ഉണ്ട്? 12 ടേം ഉണ്ട്. n എന്ന് പറഞ്ഞാൽ ഇവിടെ 12 ആണ്. കാരണം നമ്പർ ഓഫ് ടേം എത്രയുടെ? 12 ആണ്. എടാ 12 എന്ന് പറയുന്നത് ഒരു ഇരട്ട നമ്പറാണ്. ഇരട്ട നമ്പർ ആയതുകൊണ്ട് നിങ്ങൾ ആലോചിക്കുക, ഇത് ഇരട്ട നമ്പറാണ്, ഈവൺ ആണ്. എടാ ഈവൺ ആകുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ നോക്കേ, ഇതിങ്ങനെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ 2 4 6 2 4 6 1 2 3 4 5 6 7 8 9 10 11 12. ഓക്കെ, 12 ആകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് സെൻറ്റർ വാല്യൂ കിട്ടൂല. ഇപ്പോൾ 1 2 3 4 5 6 ഇത് 6 1 2 3 4 5 6 അല്ലേ? അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എടാ ഇപ്പം ഇതിങ്ങനെ 4 2 4 5 അതുപോലെ 2 4 5 ഇതാ ഇങ്ങനെ കിട്ടും. എടാ ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും 5 അവിടേക്ക് 5 ബാലൻസ് ചെയ്തു, ഇങ്ങോട്ട് 5 ബാലൻസ് ചെയ്തു. അപ്പം എന്താ സംഭവിക്കുന്നത്? നടുവിൽ 2 ആൾക്കാരാണ് വരുന്നത്. ഇത് 12ന് പകരം 11 ആണെങ്കിൽ നമുക്കിതിൻ്റെ സെൻറ്റർ നമ്പർ നോക്കി എടുക്കാമായിരുന്നു. ഇത് 12 ഇരട്ടായതുകൊണ്ട് അപ്പം നമുക്ക് എന്താ ഓപ്ഷൻ ഉള്ളൂ? ഇങ്ങോട്ട് 5 ഇങ്ങോട്ട് ഇത് 5. അപ്പോൾ ഓട്ടോമാറ്റിക് സെൻറ്ററിൽ 2 ആൾക്കാർ വരും. 2 ആൾക്കാർ, ഈ 2 ആൾക്കാരുടെ ഏവറേജ് എടുക്കണം. അപ്പോൾ നമ്മൾ മീഡിയം എന്ന് പറഞ്ഞാൽ നടു എന്ന് പറഞ്ഞാൽ ഇവർ 2 ആളുകളുടെ ഏവറേജാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, അങ്ങനെ ഈവൺ കേസ് ആയതുകൊണ്ട് ഓഡ് കേസ് ആണെങ്കിൽ സെൻറ്ററാണ് കേട്ടോ. ഈവൺ കേസ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ആവറേജ് കാണണം. മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എന്തോന്ന് പറയുന്നത്? മീഡിയൻ ആവറേജ് ഓഫ് 6th ടേം ആൻഡ് 7th ടേം. ആവറേജ് എന്ന് പറഞ്ഞാൽ ശരാശരി, മലയാളത്തിൽ ശരാശരി. രണ്ടും പാടെ തമ്മിൽ കൂട്ടുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 6th 7th ടേം. അപ്പോൾ ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് 4th, ഇത് 5th, ഇത് 6th, ഇത് 7th. അപ്പോൾ ഈ 2 ടേമുകളുടെ 6th 7th ടേമിൻ്റെ ആവറേജ് ആണ് വരിക. 6th 7th ടേമിൻ്റെ ആവറേജ്. അപ്പോൾ 6th ടേം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 13 ആണ്. അപ്പോൾ നമുക്ക് പറയാം ആവറേജ് അല്ലേ 13 പ്ലസ് 7th ടേം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 14. ഇവരുടെ ആവറേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? /2 എന്ന് പറയുന്നത്. അപ്പോൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുക? 13 14 27 27/2 കിട്ടും. 27/2 എന്ന് പറഞ്ഞാൽ 13.5 കിട്ടും. 13.5 ആണ് നമുക്ക് എന്ത് കിട്ടുക? മീഡിയം കിട്ടുക. അവിടെ കേട്ടോ 13.5 ആണ് നമുക്ക് എന്ത് കിട്ടുക? മീഡിയം കിട്ടുക. എടാ അത് ഈവൺ ആയതുകൊണ്ടാണ്. ഓടാണെങ്കിൽ എൻ്റെ സെൻറ്ററിനെ വരും.
സപ്പോസ് ഇത് ഓടാണെന്ന് കൂട്ടുക, ഇവിടെ 18 ഇല്ലാന്ന് കൂട്ടുക, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സെൻട്രൽ ടേം എന്ത് വരും? അതിൻ്റെ സെൻട്രൽ ആരാച്ച് 13 13 വരിക കേട്ടോ. 13 ആൻസർ വരിക. സെൻട്രൽ ടേം ആൻസറായിട്ട് വരും 18 ഇല്ലെങ്കിൽ കേട്ടോ. 2 ആയതുകൊണ്ട് ഇവർ തമ്മിൽ എന്ത് ചെയ്യുക? ആവറേജ് കണ്ടാൽ മതി. ഓക്കെ, നോട്ട് ചെയ്യണേ. സോ ഇനി ഇത് കിട്ടി. ഇനി അപ്പോൾ ഫോർമുല എന്ത് മാറ്റാ വരിക? ക്വസ്റ്റ്യൻ എന്താ കണ്ടേ നോക്കേ. ഫൈൻഡ് ദി മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ. എടാ രണ്ട് തമ്മിൽ ഒരു മാറ്റില്ല. മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയനുമുണ്ട് മീനുമുണ്ട്. മീൻ വന്നാൽ എക്സ് ബാർ വരും, മീഡിയൻ വന്നാൽ എന്ത് വരും? എം വരും. എങ്ങനെയാണെന്ന് പറഞ്ഞേ? മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ വന്നാൽ എക്സ് ബാർ, മീഡിയൻ വന്നാൽ എന്ത് വരും? എം വരും. ആ ഒരൊറ്റ മാറ്റേ ഫോർമുലയിലുള്ളൂ. നമുക്ക് ആ ഫോർമുല എഴുതാം. നമ്മൾ നേരത്തെ മീൻ ഡീവിയേഷൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്ത് നേരത്തെ എഴുതി? നോർമലി മീനിൻ്റെ കേസിൽ എന്താ എഴുതി പറഞ്ഞേ? സമ്മേഷൻ I 1 to n മോഡ് xi മൈനസ് എക്സ് ബാർ ഡിവൈഡ് ബൈ n. ഇതാണ് നമ്മൾ ഫോർമുല എഴുതുന്നത്. മീൻ ഡീവിയേഷൻ കാണാൻ ഇതാണ് നമ്മൾ ഫോർമുല എഴുതി. ഇവിടെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീനല്ല, മീഡിയമാണ്. മീഡിയം അല്ലെങ്കിൽ എം ആണ്. അപ്പോൾ ഈ മീനിൻ്റെ എക്സ് ബാർ ഒഴിവാക്കിയിട്ട് അവിടെ എന്ത് എഴുതണം? എം എന്നാക്കിയാൽ മതി. ഫോർമുല ആയി. ഫോർമുല എത്ര ഉള്ളൂ? ആ എക്സ് ബാർ അവിടുന്ന് മാറ്റുക, അവിടെ എന്ത് കൊടുക്കുക? എക്സ് ബാർ അവിടുന്ന് മാറ്റുക, അവിടെ എന്ത് കൊടുക്കുക? എം കൊടുക്കുക. ഫോർമുല ആയി. അതിനുശേഷം നമ്മൾ ബോക്സ് വരക്കണം. സോ എക്സ് ഐകൾ വരക്കാം, എക്സ് ഐ മൈനസ് എം വരക്കാം, എക്സ് ഐ മൈനസ് എമ്മിൻ്റെ മോഡുലസ് വരക്കാം. ഡാറ്റകളൊക്കെ കൊടുക്കാം. ഓർഡറിൽ കൊടുത്തു. 13 17 അല്ല, ഏറ്റവും ചെറുതിൽ നമ്മൾ എഴുതിയ 10 11 11 ചെറുതാക്കിയിട്ട് എഴുതിക്കോട്ടെ. 10 11 11 12 13 13 14 16 17 17 18 ഏട്ടാ. കറക്റ്റ് ഓർഡറിൽ എഴുതാം. കറക്റ്റാ ഏട്ടാ, കറക്റ്റ് ഓർഡറിൽ എഴുതടാ. വേഗം എഴുത്. അതിനുശേഷം എക്സ് ഐ മൈനസ് എക്സ്. ഇവിടെ എക്സ് ഐ എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ എക്സ് ഐ, ഇതാണ് എക്സ് ഐകൾ. ഓക്കെ, ഫസ്റ്റ് എക്സ് ഐ എന്ന് പറഞ്ഞാൽ 10. ഇവിടെ നമ്മൾ എം കണ്ടെത്തിയിട്ടുണ്ട്. എന്ത്? എക്സ് ഐ മൈനസ് എം എത്രയാണ്? 13.5. അപ്പോൾ ഫസ്റ്റത്തെ എന്ത് വരും? 10 മൈനസ് 13.5. 10 മൈനസ് 13.5 എന്ന് പറഞ്ഞാൽ മൈനസ് 3.5. എടാ അതിൻ്റെ മോഡ് കണ്ടു കഴിഞ്ഞാൽ എന്താ വരിക? 3.5. ഒക്കെ പോസിറ്റീവ് വരുള്ളൂ മോഡുലെസ് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ അടുത്ത് എന്ത് വരും? ഞാൻ ഇവിടെ ആൻസർ മാത്രമേ എഴുതുന്നുള്ളൂ. മൈനസ് 2.5 ആണ് വരിക. മോഡുലെസ് അപ്ലൈ ചെയ്ത് എന്ത് വരും? 2.5 വരും. അതും 2.5 വരും. ഇവിടെ മൈനസ് 2.5. 12 13.5 1.5 മൈനസ് 1.5 ഇവിടേക്ക് എത്തുമ്പോൾ 1. ഇവിടെ ഓൾറെഡി എന്താടാ? അതിൻ്റെ ഒക്കെ മോഡുലെസ്സാണ്. അപ്പോൾ ഒക്കെ പോസിറ്റീവ് ആവും. ഓക്കെ, എത്രയേ ഉള്ളൂ. 13 13 മൈനസ് 0.5 അതിൻ്റെ മോഡുലെസ് അപ്ലൈ ചെയ്താൽ 0.5. 13 0.5. മറ്റേ എത്ര? 2.5 ആണ് ഇവിടെ വരിക. അപ്പോൾ 2.5. അടുത്തും 2.5. 2 16കളുടെ 2.5 വരും. 17 17 ഇതിലൂടെ 3.5 3.5 4.5 2.5 2.5 3.5 3.5 4.5 ഒക്കെ പാടെ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ അല്ല, സമ്മേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ എന്താ ചെയ്യുക? അതൊക്കെ പാടെ തമ്മിൽ കൂട്ടും. ഒക്കെ പാടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 28 കിട്ടട്ടാ. കാൽക്കുലേറ്ററിൽ കൊടുത്താൽ 28 കിട്ടും. എല്ലാം പാടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടാം? 28 കിട്ടും. ഈ 28 പിന്നെ നേരെ ഫോർമുലയിൽ എഴുതിയാൽ മതി. എന്താ ഈ ഫോർമുല കണ്ട് കൊടുത്തേക്ക് ആൻസറായി. ഈ ഭാഗമാണ് 28 കിട്ടി. n കൊണ്ട് ഡിവൈഡ് ചെയ്യുക. n എത്ര ഉണ്ടാവും? n 12 കിട്ടുക. കാൽക്കുലേറ്ററിൽ കൊടുത്താൽ 2.33 ആൻസറായി. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ. 2.33 കേട്ടോ. ജസ്റ്റ് 28 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക? 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മേ ബി എക്സാമിന് വരാം. 100% ഉറപ്പല്ല, മേ ബി എക്സാമിന് വരാം. അത്രയും ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. എടാ ഇനി എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതാ സാർ? ഇതാണ് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ്. ഇത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് വരുന്ന ഫസ്റ്റ് 100% ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. ഏറ്റവും കൂടുതൽ ചാൻസ് കേട്ടോ. ഫൈൻഡ് ദി മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീൻ. എടാ ഇവിടെ നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ആണ്. മീൻ ഡീവിയേഷൻ ഗ്രൂപ്പ്ഡ് ഡാറ്റ. നമ്മൾ ഇതുവരെ പഠിച്ചത് അൺഗ്രൂപ്പ്ഡ് ഡാറ്റയാണ്. ചുമ്മാ ഒരു ഡാറ്റ അങ്ങനെ നമ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമ്മൾ മീൻ ഡീവിയേഷൻ ഗ്രൂപ്പ്ഡ് ഡാറ്റയാണ്.
ഗ്രൂപ്പ് ചെയ്ത ഡാറ്റ. ഫോർ എക്സാമ്പിൾ 2 മാർക്കുള്ള 5 കുട്ടികൾ, 4 മാർക്കുള്ള 28 കുട്ടികൾ. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുക? എക്സ് ഉണ്ടാവും, ഫ്രീക്വൻസി ഉണ്ടാവും. ഓക്കെ, എക്സ് എന്ന് പറഞ്ഞാൽ 15 മാർക്കാന്ന് വിചാരിച്ചു. അങ്ങനത്തെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എണ്ണം. മലയാളത്തിൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ എഴുതി വെച്ചിട്ടാ. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എണ്ണത്തെ സൂചിപ്പിക്കാനാണ് ഫ്രീക്വൻസി ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ തൊഴിലാളികളുടെ എണ്ണം ഒക്കെ അങ്ങനെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ഈ എഫിന് പകരം ചിലപ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ് ഉണ്ടാവും കേട്ടോ. നമ്മൾ നമ്പർ ഓഫ് സ്റ്റുഡൻറ്റിനെ എഫ് ആക്കി എടുത്താൽ മതി. പ്രോബ്ലം ചെയ്യുമ്പോൾ എഫ് ആക്കി എടുത്താൽ പിന്നെ നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ് ഒന്നുമില്ല, എഫ്. നമ്പർ ഓഫ് എംപ്ലോയി എന്നൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. നമ്പർ ഓഫ് എംപ്ലോയി ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ നമ്പർ ഓഫ് എംപ്ലോയി എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്. ഇത് മാർക്ക് എക്സിൽ എപ്പോഴും ചോദിക്കുക, ഒന്നെങ്കിൽ നോർമലി എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ വേദന ചോദിക്കാൻ മാർക്ക് എന്നുണ്ടാവും, അല്ലെങ്കിൽ വേതനം ഉണ്ടാവും, സാലറി. ഓക്കെ, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നോർമൽ കേസിൽ എക്സ് ഓഫ് തന്നെ വരാറ്, ചില കേസിൽ അങ്ങനെ വരാറുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ എടുത്ത് പറഞ്ഞു. അപ്പോൾ 25 മാർക്കുള്ള 3 കുട്ടികൾ, 25 മാർക്കുള്ള 1 കുട്ടികൾ, 35 മാർക്കുള്ള 1 കുട്ടി, 45 മാർക്കുള്ള 8 കുട്ടികൾ, 55 മാർക്കുള്ള 17 കുട്ടികൾ, 65 മാർക്കുള്ള 18 കുട്ടികൾ, ഇങ്ങനെ നമുക്ക് തരും. അത് നമ്മളോട് ചോദിക്കുക എന്ത് മീൻ, അവിടെ പോട്ടെ, മീനൊന്നല്ല. ഫൈൻഡ് ദി മീൻ ഡിവിയേഷൻ അബൌട്ട് ദി മീൻ. ഫൈൻഡ് ദി മീൻ ഡിവിയേഷൻ എം ഡി ഉണ്ട്, എസ് ഡി ഉണ്ട് കേട്ടോ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്, രണ്ടാമത്തെ ടോപ്പിക്കാണ്. ആദ്യം മീൻ ഡിവിയേഷൻ അബൌട്ട് മീൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാൽ പിന്നെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഫോർമുല എന്താ. നേരത്തെ പഠിച്ച കണക്ട് ചെയ്ത് പഠിച്ചു, ബൈ ഹാർട്ട് ചെയ്യണ്ട. നേരത്തെ പഠിച്ച അതേ ഫോർമുല അതന്നെ സാറൊന്നും എഴുതാം. I1 to n സമ്മേഷൻ xi മൈനസ് എക്സ് ബാർ ബൈ n. ഇതല്ലേ നമ്മൾ നേരത്തെ പഠിച്ച ഫോർമുല. ഒറ്റ ഫോർമുല പഠിച്ചിട്ടുള്ളൂ. ഇവിടെ ഫ്രീക്വൻസി വന്നു. ഓക്കെ, ഫ്രീക്വൻസി വന്നു. ആ ഒരൊറ്റ മാറ്റം ഈ ഫോർമുലയിൽ ഉണ്ടാവും. ഫ്രീക്വൻസി ആയിട്ട് ഗുണിക്കുക. അപ്പോൾ അത് എവിടെ ഗുണിക്കണ്ടേ? ഇവിടെയാണ് ഗുണിക്കേണ്ടത്. ഫ്രീക്വൻസി ആയിട്ട് ഗുണിക്കുക. ആ ആയിക്കുന്നായിരുന്നു സാർ. സമ്മേഷൻ I1 to n സാധാരണ മോഡ് xi മൈനസ് എക്സ് ബാർ ബൈ n. നമ്മളിതാണ് നേരത്തെ പഠിച്ച ഫോർമുല. ഇതിൻ്റെ കൂടെ ആരെ വെച്ച് ഗുണിക്കുക? ഫ്രീക്വൻസി ആയിട്ട് ഗുണിക്കുക. കറക്റ്റ് ഫോർമുല കേട്ടോ. ഫ്രീക്വൻസി ആയിട്ട് ഗുണിക്കുക, ജസ്റ്റ് ഫ്രീക്വൻസി ആയിട്ട് ഗുണിക്കുക. നേരത്തെ പഠിച്ച സെയിം ഫോർമുല തന്നെയാണ്. പ്രോബ്ലത്തിൽ ഫ്രീക്വൻസി വന്നാൽ നോക്കിയാൽ മതി. അപ്പോൾ പിന്നെ ഇവിടെ ഈ മോഡ് xi മൈനസ് എക്സ് ബാറിന് മുന്നേ ആരുണ്ടാവും? ഫ്രീക്വൻസി ഉണ്ടാവും. ഫ്രീക്വൻസി ആയിട്ട് ഗുണിക്കുക. ഒന്ന് ഓർത്താൽ മതി, വേറെ ഫോർമുലയിൽ മാറ്റമൊന്നുമില്ല. ശരി, നേരെ ബോക്സ് വരക്കാം. ഇങ്ങനത്തെ പ്രോബ്ലം വന്നാൽ ഒന്നും നോക്കണ്ട, ബോക്സ് വരച്ചോളാം. ഓക്കെ, ഒരു കള്ളി മൊത്തം ബോക്സ് വരക്കാൻ തന്നെ. ആദ്യം xi ചെറുത് മതി, fi ചെറുത് മതി, xi fi ഇതൊക്കെ ചെറുത് മതി. പിന്നെ നമ്മൾ എന്താ കണ്ടു കഴിഞ്ഞാൽ ഫോർമുല നോക്കിയ ഫോർമുല അനുസരിച്ചിട്ടാണ് പോവുക. xi മൈനസ് എക്സ് ബാർ, അടുത്ത xi മൈനസ് എക്സ് ബാർ ആണ്. എടാ ഇവിടെ xi മൈനസ് എക്സ് ബാർ കിട്ടണമെങ്കിൽ എക്സും എഫ് ഉള്ളത് വന്നാൽ, ശ്രദ്ധിച്ചോട്ടോ, എക്സും എഫ് ഉള്ളത് വന്നു കഴിഞ്ഞാൽ നമ്മൾ മുന്നത്തേൽ ഇത് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇത് തമ്മിൽ എന്ത് ചെയ്താൽ മതിയാണ് കൂട്ടുക ചെയ്തിരുന്നത്. നമ്മൾ ഒക്കെ പാടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 5 ആണെങ്കിൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് തന്നെ. പക്ഷെ ഇത് പറ്റില്ല. ഇവിടെ 15 മാർക്കുള്ള 3 കുട്ടികളുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ മാർക്ക് എത്രയെന്ന് ചോദിച്ചാൽ 15 മാർക്കുള്ള എക്സ് എന്ന് പറഞ്ഞ മാർക്കാണെങ്കിൽ 15 മാർക്കുള്ള 3 കുട്ടികളുണ്ട്. അപ്പോൾ 45 ടോട്ടൽ വരിക, 15 × 3. അപ്പോൾ എക്സ് എഫ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ബോക്സ് വേണം. അപ്പോഴല്ലേ നമുക്ക് ടോട്ടൽ മാർക്ക് 25 × 1 25 35 ഇങ്ങനെ കിട്ടിയ മാർക്കുകൾ മൊത്തത്തിൽ കിട്ടും. അത് മൊത്തത്തിൽ ആഡ് ചെയ്യുമ്പോഴാണ് എക്സ് ബാറിൻ്റെ ഫോർമുല ആവുള്ളൂ. കാരണം 15 മാർക്കുള്ള ഇവിടെ എത്ര കുട്ടികളുണ്ട്? 3 കുട്ടികളുണ്ട്. 25 ഒരു കുട്ടിയുണ്ട്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്കൊരു ബോക്സ് അഡീഷണൽ ആരെ കൊടുക്കണം? ഇവിടെ നമുക്ക് എക്സ് എഫ് എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് കൊടുക്കാം. എക്സ് എഫ് അഡീഷണൽ ആയിട്ട്. അപ്പോൾ നമുക്ക് എക്സും എഫും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസറാണ് കിട്ടുള്ളൂ. എക്സ് എഫ് എന്ന് പറഞ്ഞ ബോക്സ് കൊടുക്കണം. പിന്നെ നമ്മൾ പഴയ പോലെ xi മൈനസ് എക്സ് ബാർ, പിന്നെ xi മൈനസ് എക്സ് ബാർ മോഡ്, ഫൈനലി അത് ഫ്രീക്വൻസിയുമായിട്ട് ഗുണിക്കുക. ശരി, ഇനി കറക്റ്റ് ഓർഡറിൽ എന്ത് ചെയ്യുക? നമ്മൾ ആ വാല്യൂസ് എഴുതാം. 15 25 35 45 55 65 75 80 3 1 1 8 കറക്റ്റ് ഓർഡറിൽ എഴുതിയെടുത്തോളാം. 17 38 9 3 കറക്റ്റ് എക്സിലും എഫ് ഐയിലുള്ള വാല്യൂസ് എന്ത് ചെയ്യുക? കറക്റ്റ് ഓർഡറിൽ എഴുതിക്കോട്ടാ. സ്കെയിലൊക്കെ വെച്ച് നിങ്ങൾ വരച്ചോട്ടാ. ഞാനിപ്പോൾ സ്കൂൾ ടൂളൊന്നും എടുത്തിട്ടില്ല, സ്കെയിൽ വെച്ചിട്ട് വരച്ചെടുത്തോളൂ. ഓക്കെ, എക്സ് എഫ് ഗുണിച്ചെഴുതാം കേട്ടോ. ജസ്റ്റ് എന്ത് ചെയ്യാടെ? ഗുണിച്ചെഴുതാം.
സോ എത്ര വരടാ 45 എഴുതിക്കോ 45 25 35 360 935 2470 675 255. ഓക്കെ എടാ ഇനി അടുത്ത ബോക്സിലോട്ട് പോകണമെങ്കിൽ എക്സ് ബാർ കിട്ടണം. എടാ ഈ എക്സ് ബാർ കിട്ടണമെങ്കിൽ നമ്മൾക്ക് ഫോർമുല പഠിച്ചിട്ടുണ്ട്. എന്താ നമ്മൾ എക്സ് ബാർ പഠിച്ചിട്ടുള്ളത്? എന്താ സമ്മേഷൻ എക്സ് ഐ ബൈ എൻ എന്നാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. പക്ഷെ ഫ്രീക്വൻസി വന്നാൽ എക്സ് ഐ ഇൻറ്റു എന്ത് വരും ഇവിടെ? എഫ് ഐ എന്ന് പറഞ്ഞിട്ടുള്ള ബോക്സും കൂടെ വരും. എക്സ് ബാർ കാണുമ്പോൾ ഫ്രീക്വൻസി വന്നാൽ എക്സ് ഐ ഇൻറ്റു എഫ് ഐയും കൂടെ വരും. അപ്പോൾ ഈ എക്സ് ഐ ഇൻറ്റു എഫ് ഐ I1 to n അല്ലെങ്കിൽ എക്സ് ഐ ഇൻറ്റു എഫ് ഐയുടെ ബോക്സ് എന്താ ഒക്കെപ്പാടെ കൂട്ടിയാൽ നമുക്ക് ഇവിടെ എഴുതി വെക്കാം. ഒക്കെപ്പാടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടാൻ നോക്ക്. ഒക്കെപ്പാടെ കൂട്ടിക്കഴിഞ്ഞാൽ 4800 കിട്ടും. 4800. അപ്പോൾ ഈ എക്സ് എഫ് ഐ എന്ന് പറഞ്ഞാൽ എക്സ് ഐ ഇൻറ്റു എഫ് ഐ കേട്ടോ. എക്സ് ഇൻറ്റു എഫ് എന്ന് പറഞ്ഞാലും മതി കേട്ടോ. എക്സ് ഇൻറ്റു എഫ് എന്ന് പറഞ്ഞാൽ എക്സ് ഐ എഫ് ഐ എന്ന് എഴുതണമെന്നില്ല. എക്സ് ഇൻറ്റു എഫ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. എക്സ് എഫ് ഡിവൈഡ് ബൈ എൻ അത് മൊത്തത്തിൽ കിട്ടിയിട്ടുള്ള എത്രയാണ്? 4800. ഇനി ഒരു കൺഫ്യൂഷൻ വരുന്നത് എവിടെയെന്ന് അറിയാം. ഈ ഒക്കപ്പാടെ കൂട്ടുന്നതിനാണ് ഈ എക്സ് ഇൻറ്റു എഫ് ഐനെ ഒക്കപ്പാടെ കൂട്ടുന്നതിനാണ് എന്ത് വിളിക്കുന്നത്? സമ്മേഷൻ എന്ന് വിളിക്കുന്നത് കേട്ടോ. എടാ എന്നെ ശ്രദ്ധിക്കണം. എന്നെ നമ്മൾ ഇതുവരെ ചെയ്യുന്ന 1 2 3 4 5 എന്നാ. എടാ ഫ്രീക്വൻസിയാണ് മലയാളത്തിൽ എന്തെന്ന് പറയാം? എണ്ണെന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ എണ്ണങ്ങളാണ്. ഇത് കംപ്ലീറ്റ് തമ്മിൽ കൂട്ടണം. ഫ്രീക്വൻസി വരുമ്പോൾ ഫ്രീക്വൻസി ഒക്കെ പാടെ കൂട്ടുന്നതാണ് എൻ വരിക കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണേ. 80 കാണുന്നുണ്ടോ? 80 കേട്ടോ. ഫ്രീക്വൻസി എത്ര വരുന്നത്? 80 ആണ് കേട്ടോ. എന്നെല്ലാം പാടെ കൂട്ടിക്കഴിഞ്ഞാൽ 80 ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് ശ്രദ്ധിക്കണേ 80 കൊണ്ടാണ്. അപ്പോൾ 4800 80 ഡിവൈഡ് ചെയ്ത് 60 ആണ് കിട്ടുക. കാൽക്കുലേറ്റർ കൊടുത്താലും മതി. അപ്പോൾ എക്സ് ബാർ നമുക്ക് എത്ര കിട്ടണം മക്കളെ? 60 കിട്ടും. എക്സ് ബാർ എത്ര കിട്ടും? 60 കിട്ടും. ഇടത് വെച്ച് നമുക്കിത് ഫില്ല് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ ഫോർമുല എന്തായെന്ന് അറിയാം. എക്സ് ഐ മൈനസ് 80 അല്ല 60. അത് പിന്നെ പഴയ പോലെ പിന്നെ നേരത്തെ ചെയ്ത് അതേപോലെ എക്സ് ഐ മൈനസ് എക്സ് ബാർ. ഫസ്റ്റത്തെ എക്സ് ഐ എത്ര പറ? 15. ഞാൻ ഒരെണ്ണം ഇവിടെ കാണിക്കാം. നേരത്തെ പോലെ 15 ഇൻറ്റു 60. സോ മൈനസ് 45 കിട്ടും. അതിൻ്റെ മോഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 45 കിട്ടും. ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. ഇങ്ങനെ ഓരോന്ന് ചെയ്യാം. 25 മൈനസ് 60 നമുക്ക് കിട്ടുക മൈനസ് 35. നമുക്ക് എന്ത് കിട്ടും? 35 കിട്ടും. ഫുൾ ഫിൽ ചെയ്യാം. ഓക്കെ. അതുപോലെ 35 മൈനസ് 60 മൈനസ് 25 25. ഞാൻ ആൻസർ കീ മാത്രമേ എഴുതുന്നുള്ളൂ. ഇവിടെ ഞങ്ങൾ ഫില്ല് ചെയ്ത് പോകണം. അതിൻ്റെ മോഡ്ലെസ് കളഞ്ഞാൽ 15 5 കാരണം ഈ ബോക്സ് നമുക്ക് ആവശ്യമുള്ളൂ. 5 15 25 അല്ലേ? ഇവിടെയും വേണ്ട. ഇവിടെ നമുക്ക് ആഡ് ചെയ്യാനില്ല ഈ ബോക്സ്. ഇത് നിങ്ങൾ ചെയ്തോളാം. നോർമലി മോഡ്ലെസ് ഇല്ലാത്ത നെഗറ്റീവ് നമ്പറാണ് നെഗറ്റീവ്, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ഫില്ല് ചെയ്യാം കേട്ടോ. ഡയറക്റ്റ് ഈ ബോക്സ് വരച്ചാലും മതി, നോ ഇഷ്യൂ. ഒരു ബോക്സ് വേണമെങ്കിൽ എണ്ണം കുറക്കാം. പക്ഷേ സിമ്പിളായിട്ട് ചെയ്യുന്ന 2 ബോക്സ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ള റിസ്ക് എടുക്കേണ്ട വെച്ചിട്ട് തെറ്റേണ്ട വെച്ചിട്ട് കേട്ടോ. ഇനി ലാസ്റ്റ് ബോക്സ് ആണ് ഫ്രീക്വൻസി കൊണ്ട് ഗുണിക്കണം. ഫ്രീക്വൻസി കൊണ്ട് ഗുണിക്കണം. ഈ ബോക്സിനെ നോക്കൂ. ഈ ബോക്സിനെ എന്തുകൊണ്ട് ഗുണിക്കണം? ഫ്രീക്വൻസി കൊണ്ട് ഗുണിക്കണം. എടാ എക്സ് ഐ കൊണ്ട് ഗുണിക്കരുത് കേട്ടോ. ചിലപ്പോൾ നമുക്ക് ഇതൊക്കെ എടുക്കാൻ തോന്നും. പക്ഷേ ഫ്രീക്വൻസി കൊണ്ടാണ് ഗുണിക്കേണ്ടത്. അപ്പോൾ എത്ര വരിക? 3 ഇൻറ്റു 45. ഞാൻ ഒരെണ്ണം മാത്രം കാണിച്ചിട്ടുള്ളൂ. 3 ഇൻറ്റു 45 135. ഇതേപോലെ എല്ലാം ഗുണിക്കുക. സോ 35 കിട്ടും. 25 കിട്ടും. 120 85 190 135 75 എല്ലാം പാടെ കൂട്ടുമ്പോൾ ദാറ്റ്സ് ഫൈനൽ ആൻസർ 800 കിട്ടും. എല്ലാതും പാടെ കൂട്ടുമ്പോൾ 800 കിട്ടും കേട്ടോ. ഈ ലാസ്റ്റത്തെ ബോക്സ് 800. എടാ നമ്മളുടെ ഫോർമുല ഇതാ. ഇവിടോട്ട് വരാം. ജസ്റ്റ് ഇവിടെ തന്നെ അപ്ലൈ ചെയ്താൽ പോരാ. സോ 800 ബൈ n എന്ന് പറഞ്ഞാൽ എത്രടാ? 80 ആണ്. സോ ആൻസർ കിട്ടുക 10 ആണ്. 10. അത്ര ഈസിയാണത്. വലിയ ടഫൊന്നുമില്ല. ഇത് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. 6 മാർക്കാണ്. ബിഗ് ക്വസ്റ്റ്യനാണ്. 6 മാർക്ക് കറക്റ്റ് കിട്ടും കേട്ടോ. ഒരു ടഫും ഇല്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ എഫ് ഐ ഉണ്ടാകുന്ന ഫോർമുല എന്ന് ഓർത്താൽ മതി. എഫ് ഐന് മോഡുകൊണ്ട് മൈനസ് വിളിക്കണം. എടാ ഇതിൽ തന്നെ എക്സാമിന് ഒന്നും കൂടെ ചാൻസ് കൂടുതൽ ഇങ്ങനെയാണ്. 2 കോളായിട്ട് തരുന്നത്. ഏജ് ഇതിനെ ക്ലാസ് ടൈപ്പ് എന്ന് പറയും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ ക്ലാസ് റൂമിൽ 5 മുതൽ 10 മാർക്ക് വരെയുള്ള 10 കുട്ടികൾ, അതുപോലെ 10 മുതൽ 15 മാർക്കിൽ എത്ര കുട്ടികൾ എന്ന് പറയില്ലേ, അതാണ് ക്ലാസ് ടൈപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെ വരുമ്പോൾ മാറ്റമൊന്നുമില്ല. ഇങ്ങനെ വന്നു വെച്ചിട്ട് കാര്യമായിട്ട് മാറ്റങ്ങളൊന്നുമില്ല.
നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഈ ക്ലാസിൻ്റെ മിഡ് വാല്യൂ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ കേട്ടോ. വേറെ മാറ്റങ്ങളൊന്നുമില്ല. നേരത്തെ എങ്ങനെയാണോ കണ്ടത് അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുന്നത് കേട്ടോ. ഇതേ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നു. ഓക്കെ, സോ നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ബോക്സ് വരക്കാം. നേരത്തെ ചെയ്തതൊന്നും തമ്മിൽ കാര്യമായിട്ട് മാറ്റില്ല. സിമിലർ പ്രോബ്ലം. ഫ്രീക്വൻസി ആദ്യം എക്സ് ഐ എഫ് ഐ. എടാ ഈ എക്സ് ഐ എഫ് ഐ എഴുതുമ്പോൾ ഇവിടെ നീ ക്ലാസ് എഴുതണ്ട, ഇതിൻ്റെ മിഡ് വാല്യൂ എഴുതിയാൽ മതി. നമ്മൾ ശരിക്കും ഇവിടെ 21 to 25 എഴുതണ്ട, 21 to 25 എഴുതണ്ട കേട്ടോ. 21 to 25 ഇതെങ്ങനെ കാണുന്നത് ഇതിൻ്റെ മിഡിൽ വാല്യൂ ആണ്. ഞാൻ ഇവിടെ എഴുതാം 21 കോമട്ട് എഴുതാം 22 23 24 25. ഇതിൻ്റെ സെൻട്രൽ വാല്യൂ ആരാ 23. ഇതാണ് എഴുതേണ്ടത്. ഈ ഇതിനെ പറയും മിഡ് പോയിന്റ് എന്നാ. എന്താ വിളിക്കുക? മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റ്. ആ മിഡ് പോയിന്റ് ആണ് എഴുതേണ്ടത്. 21 to 25 നിങ്ങൾ എഴുതരുത്. നമ്മൾ ആൻസർ ഷീറ്റിലേക്ക് എഴുതുമ്പോൾ 21 to 25 മിഡ് വാല്യൂ എഴുതണ്ടേ. മിഡ് വാല്യൂ ആയിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ 26 30 ഇടയിലുള്ള മിഡ് വാല്യൂ എത്ര 28 ആവും. ഇത് കണ്ടുപിടിക്കാൻ സാർ എന്തെങ്കിലും മെത്തേഡ് ഉണ്ട്? ഇത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് അറിയോ? ഈ ലോവറും അപ്പുറം തമ്മിൽ കൂട്ടുക. ഇത് മെത്തേഡ് ഇതാണ്. ലോവറും അപ്പുറം തമ്മിൽ കൂട്ടുക, എന്നിട്ട് ബൈ 2 ചെയ്താൽ മതി. ഇനി ടഫുള്ള എന്തെങ്കിലും വന്നാൽ എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ലോവർ അപ്പുറം തമ്മിൽ കൂട്ടുക. ശ്രദ്ധിക്കടാ, ലോവറും അപ്പുറം തമ്മിൽ കൂട്ടുക, എന്നിട്ട് ബൈ 2 ചെയ്താൽ മതി. അപ്പോൾ കിട്ടുന്ന ഉത്തരമായിരിക്കും എന്ത് 23 എന്ന് പറയുന്ന ആൻസർ കേട്ടോ. അതായത് 20 46/2 എന്ന് പറയുന്നതാണ് എന്ത് 23. 46/2 ആണ് നമുക്ക് എന്ത് കിട്ടുക 23 കിട്ടുക കേട്ടോ. അങ്ങനെ ഡൗട്ട് വന്നാൽ ലോവറും അപ്പുറം തമ്മിൽ എന്ത് ചെയ്യണം? ലോവറും അപ്പുറം തമ്മിൽ കൂട്ടുക, ബൈ 2 ചെയ്യാം. ഓക്കെ, സോ ഞാൻ ലിസ്റ്റ് ഞാൻ എഴുതാണ് 23 28 33 38 43 48 51. അതിന് നേരെ ഫ്രീക്വൻസി തന്നിട്ടുള്ള വാല്യൂ അതുപോലെ എഴുതുക 20 30 40 50 30 20 10. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് അടുത്ത ബോക്സ് ആണ് എക്സ് ഐ ഇൻറ്റു എഫ് ഐ. നേരത്തെ പറഞ്ഞ പോലെ എക്സ് ഐ ഇൻറ്റു എഫ് ഐ ആണ്. അത് കഴിഞ്ഞാൽ എക്സ് ഐ മൈനസ് എക്സ് ബാർ മോഡുലസ് ഇല്ലാണ്ട് കണ്ടോ, എന്നിട്ട് മോഡുലസ് കൊടുത്താലും മതി. പിന്നെ ഫ്രീക്വൻസി കൊണ്ട് ഗുണിക്കുക. ഇത്രയേ ഉള്ളൂ ബോക്സ്. ഇത്രയും ബോക്സാണ് നമ്മൾ നേരത്തെ ചെയ്ത അതേ സിമിലർ ബോക്സ്. സോ എക്സ് ഐ എഫ് ഐ ഗുണിച്ചോ 230 460 ഫില്ല് ചെയ്തു. 460 സാറിന് ഫില്ല് ചെയ്യുന്നുണ്ട്. 460 840 1320 1900 1290 960 530 എല്ലാം പാടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുക 7300 ആണ്. അതെന്തിനാണ് സാർ ഇതെല്ലാം പാടെ കൂട്ടി? എക്സ് ബാർ കാണാൻ, മീൻ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. നോർമലി നമ്മൾ മീൻ കാണുന്നത് സമ്മേഷൻ എക്സ് ഐ ഇൻറ്റു എഫ് ഐനെ നമ്മൾ n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 7300 n കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന പറഞ്ഞാൽ എന്നോട് എത്രയുടെ 200 ആണ് കേട്ടോ. എങ്ങനെ സാറെ കിട്ടിയാൽ വിടുക? ഫ്രീക്വൻസി ഒക്കെ പാടെ കൂട്ടിയ 200 കിട്ടുക. ഈ ഫ്രീക്വൻസിയാണ് ആക്ച്വലി എന്ത് കേട്ടോ. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാണല്ലോ മലയാളത്തിൽ എണ്ണം. അപ്പം അതൊക്കെ പാടെ കൂട്ടുന്നതാണ് n കേട്ടോ. ഇതൊക്കെ പാടെ കൂട്ടുന്നതാണ് എന്ത് വരിക എടാ എക്സ് കൂട്ടരുത് കേട്ടോ. എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി എണ്ണം കേട്ടോ. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ 36.5 കിട്ടും. $36.5 കിട്ടും ആൻസർ. ഓക്കെ, പിന്നെ ഓരോന്ന് നമുക്ക് ബോക്സ് ചെയ്യാം. എക്സ് ഐ 23 മൈനസ് 36.5 ആണ്. കാൽക്കുലേറ്ററിൽ കണ്ടോ? കാൽക്കുലേറ്ററിൽ കാണോ? മൈനസ് 13.5 കിട്ടും. എന്താ ചെയ്തേ? 23 36.5 അതാണല്ലോ എക്സ് ഐ മൈനസ് എക്സ് ബാർ. അപ്പോൾ മൈനസ് 13.5 അത് മോഡുലസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? 13.5. അടുത്ത് 28 മൈനസ് 36. അപ്പോൾ നമുക്ക് എത്ര? 8 മൈനസ് 8.5 കിട്ടുക. ഇവിടെ എത്തുമ്പോൾ അത് മോഡുലസ് ചെയ്യുമ്പോൾ 8.5. ഇനി അവിടെ മാത്രമേ എഴുതുന്നുള്ളൂ. 3.5 കിട്ടും, 1.5 കിട്ടും. കാരണം ഈ കോളം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. മോഡ് ചെയ്ത വാല്യൂ മാത്രമേ ആവശ്യമുള്ളൂ. 11.5 16.5. ഓക്കെ, കാരണം ഇവിടെ നമുക്ക് കൂട്ടുന്നില്ല. ഇവിടെ ഫ്രീക്വൻസി കൊണ്ട് ഗുണിക്കാം. ഫ്രീക്വൻസി 20 ഇൻറ്റു
13.5 സിംപ്ലിഫൈ ചെയ്ത് 270 കിട്ടും. ബാക്കിയൊക്കെ എഴുതാം. ഒക്കെ കാൽക്കുലേറ്ററിൽ കൊടുത്താൽ മതി. 255, 140, 75, 195, 230, 165 ഒക്കെ പാടെ കൂട്ടി. ഒക്കെ പാടെ കൂട്ടുമ്പോൾ 1330 കിട്ടും കേട്ടോ. 1330 കിട്ടും. എല്ലാവർക്കും സിമിലർ ആൻസർ തന്നെ കിട്ടാം, തെറ്റൊന്നുമില്ല കേട്ടോ. സോ ഇനി നേരെ ഫോർമുലയിൽ കൊടുക്കാം. ഫോർമുല നമ്മൾ നേരത്തെ പഠിച്ച മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മേഷൻ ഐ 1 to n, ഫ്രീക്വൻസി ഒന്നുകൊണ്ട് FI ഇൻറ്റു മോഡ് XI മൈനസ് X ബാർ ഓൾ ഡിവൈഡ് ബൈ N. എടാ ഈ വാല്യൂ ആണ്, സമ്മേഷൻ ചെയ്ത വാല്യൂ ആണ് ഈ ലാസ്റ്റ് ബോക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ബോക്സാണ് സമ്മേഷൻ. FI ഇൻറ്റു മോഡ് XI മൈനസ് X ബാറിൻ്റെ സമ്മേഷൻ. സമ്മേഷൻ എന്ന് പറഞ്ഞാൽ ഒക്കെ പ്ലസ് പ്ലസ് പ്ലസ്, അതിനെ സമ്മേഷൻ എന്ന് പറയാം. അത് ഉത്തരം 1330. അപ്പോൾ 1330 N എന്ന ഫ്രീക്വൻസി എത്ര? 200 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇത് കാൽക്കുലേറ്ററിൽ കൊടുത്താൽ കിട്ടുക 6.65 കേട്ടോ. ദാറ്റ് ഈസ് എ ഫൈനൽ ആൻസർ. 6.65. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരമാണ്. ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യും. എടാ ഇനി രണ്ടാമത്തെ സെക്ഷനാണ്. 50% കഴിഞ്ഞു. ഞാൻ പറയുന്നത് രണ്ടാമത്തെ സെക്ഷനാണ് ഏറ്റവും കൂടുതൽ എക്സാം ചോദിച്ചിട്ടുള്ളത്. 100% വരാൻ ചാൻസ് ചിലപ്പോൾ ഇവിടുന്നായിരിക്കും കേട്ടോ. വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കായിരിക്കും ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിക്കാം. ഏറ്റവും കൂടുതൽ എക്സാം ചോദിച്ചിട്ടുള്ളത് ചോദിക്കാൻ ചാൻസ്. ഓക്കെ എടാ ഈ പറഞ്ഞ സെയിം ഫോർമുലയാണ്. ഇത് രണ്ട് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. എടാ നമുക്ക് ആക്ച്വലി വേരിയൻസ് നമുക്ക് ആദ്യം കാണാൻ പറ്റില്ല. ഓക്കെ സോറി, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആദ്യം കാണാൻ പറ്റില്ല, വേരിയൻസ് ആണ് ആദ്യം കാണുക. കാരണം നമ്മൾ വേരിയൻസിനുള്ള ഫോർമുല നമ്മൾ പഠിക്കുക. കൺഫ്യൂഷൻ ഒരുപാട് പേർക്ക് വരും. റോ സ്ക്വയർ എന്ന് വിളിക്കും വേരിയൻസിനെ. വേരിയൻസ് ആണ് നമ്മൾ കാണുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം വന്നാലോ SD, ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ SD കാണാനാണ് പറയുക. SD സ്റ്റാൻഡേർഡ്, മറ്റേത് മീൻ ഡീവിയേഷനാണ്. ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തമ്മിൽ ആകെ ഒരു മാറ്റമുള്ളൂ. ഫോർമുല കണക്ട് ചെയ്ത് പഠിച്ചോ. I1 to n നമ്മൾ പഠിച്ചിരുന്നത് ഫ്രീക്വൻസി ഉള്ളത് ഫ്രീക്വൻസി ഇല്ലാത്ത ഫ്രീക്വൻസി ഉണ്ടാവില്ല കേട്ടോ. XI മൈനസ് X ഇങ്ങനെയല്ല നമ്മൾ പഠിച്ചിരുന്നത്. ഇങ്ങനെയല്ലേ പഠിച്ചിരുന്നത്. ഇവിടെ ഈ മോഡല്ല ഉപയോഗിക്കുന്നത്, നോർമൽ ബ്രാക്കറ്റാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നോർമൽ ബ്രാക്കറ്റ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികം നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ 2 - 4 ഒക്കെ ചെയ്യുമ്പോൾ -2 വരും. ആ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാൻ അപ്പോൾ എന്ത് ചെയ്യും? അതിന് സ്ക്വയർ ചെയ്താൽ മതി. അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ അതെന്താവും? ഓട്ടോമാറ്റിക്കിന് 4 ആയി മാറും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ സ്ക്വയർ വരുന്ന ഫോർമുല. ഈ ഒരൊറ്റ മാറ്റമുള്ള ഫോർമുല ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ മീൻ്റെ ഫോർമുല വരിക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ അല്ല, മീൻ്റെ ഫോർമുല വരുന്നതാണ് സമ്മേഷൻ I1 to n ഫ്രീക്വൻസി ഇൻറ്റു നമ്മൾ പഠിച്ചത് XI മൈനസ് X ബാർ ഡിവൈഡ് ബൈ n. ഇങ്ങനെ പഠിച്ചു വെച്ചുള്ളത്. ഇവിടെ ഈ മോഡുലസ് കൊണ്ട് മാറ്റിയത് കണക്ട് ചെയ്ത് ഇങ്ങനെ എക്സാമിന് ഓർത്താൽ മതി. ഇത്രേ ഉള്ളൂ ഫോർമുല. എടാ അത് വേരിയൻസിൻ്റെ ഫോർമുലയാണ് കിട്ടുക. നമുക്ക് ആക്ച്വലി വേരിയൻസിനാണ് ഫോർമുല കിട്ടുക. നമ്മൾ നേരത്തെ മീൻ ഡീവിയേഷൻ ആയിരുന്നു നേരത്തെ എഴുതിയത്, ഇതേപോലെ എഴുതിയത് മോളിച്ചിട്ട്. ഇവിടെ വേരിയൻസിനാണ് നമ്മൾ ഇങ്ങനെ എഴുതാം. കാരണം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഫോർമുല റൂട്ട് വേരിയൻസാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് എക്സാമിന് ചോദിക്കുക എങ്കിലും നമ്മൾ വേരിയൻസ് ആണ് ആദ്യം കാണേണ്ടത്. ഇപ്പോൾ വേരിയൻസ് 10 കിട്ടിയെന്ന് കൂട്ടുക ഫൈനൽ ആൻസർ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻസർ എന്തായിരിക്കും? റൂട്ട് 10 ആയിരിക്കും ഫൈനൽ സൊല്യൂഷൻ. റൂട്ട് 10. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വേരിയൻസ് എന്ന് മെൻഷൻ ചെയ്യൂല, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മാത്രമേ വരുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കാണണം? വേരിയൻസ് കാണണം. അതിൻ്റെ റൂട്ട് കാണുന്നതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പ്രത്യേകിച്ച് വലിയ ഫോർമുല പഠിക്കേണ്ട, റൂട്ട് വേരിയൻസ് എന്ന് മാത്രം പഠിച്ച് വെച്ചാൽ മതി കേട്ടോ. ഇനി CV ഉണ്ട്, കോഫിഷ്യൻ്റ് ഓഫ് വേരിയൻസ്. അത് ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇനി എക്സാമിന് അത് വന്നു കഴിഞ്ഞാൽ കേട്ടോ അതൊക്കെ ചോദിക്കാം, പറഞ്ഞുതരാം. ഇത് രണ്ടാണ് മെയിൻ ആയിട്ടുള്ളത്. നേരെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫൈൻഡ് ദി മീൻ, വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർ ദി ഫോളോയിങ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ എക്സും F ഉള്ളതാണ് ആദ്യം ചോദിക്കുന്നത്. എക്സും F ഉള്ള ക്വസ്റ്റ്യൻ. ഇനി എക്സും F ഇല്ലാത്ത X മാത്രമുള്ള പ്രോബ്ലം ഉണ്ട്, അത് ഹാർഡ് ലെവലിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്, അത് നമുക്ക് അതിൽ പരിശോധിക്കാം കേട്ടോ. അപ്പോൾ എക്സും F ഉള്ളത് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ മീനും വേരിയൻസ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നെക്സ്റ്റ് കാണുന്നത്. നേരത്തെ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത് കേട്ടോ. 6:10.
ചെയ്യാം. നേരെ ഹെഡിങ് എഴുതിക്കോ, ഇത് നോക്കണ്ട. ബോക്സ് വരക്കാം. എക്സ് എഫ് XI FI. ഇവിടെ വേറെ ഒന്നുമില്ല, എന്താ പറയുക, എക്സ് ബാർ കാണാൻ ആ പരിപാടി ഒന്നുമില്ല. ഇവിടെ സിംപ്ലി എന്താ പറയുക, സ്ക്വയർ ചെയ്യാന്നുള്ള, എക്സ് ബാർ കാണണം, പിന്നെ ജസ്റ്റ് സ്ക്വയർ ചെയ്യാന്നുള്ള മാത്രമേ എന്തുള്ളൂ കോൺസെപ്റ്റ് ഉള്ളൂ കേട്ടോ. എന്താ പറയുക, ഒന്നുകൂടി എളുപ്പമാണ്, കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. സിമിലർ നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ ചെയ്യുന്നത്. നമ്മളെ ഫോർമാറ്റിലോട്ട് വരാം. ഇവിടെ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഹെഡർ എന്ത് വരാമെന്ന് വരാം, അവസാന ഫ്രീക്വൻസി. അപ്പോൾ നമുക്ക് എന്ത് കാണണം, XI മൈനസ് എക്സ് ബാർ കാണണം, പിന്നെ അതിനെ സ്ക്വയർ ചെയ്യണം. നേരത്തെ XI മൈനസ് എക്സ് ബാർ നെഗറ്റീവ് വന്നാൽ അത് പോസിറ്റീവ് ആക്കാൻ വേണ്ടി മോഡുലസ് ചെയ്യായിരുന്നു ഇത്. പകരം എന്താണ്, നോർമലി സ്ക്വയർ ചെയ്ത് ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഇവിടെ മോഡുലസ് ആയിരുന്നു, അപ്പോൾ ഇങ്ങനെ ആയിരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ മോഡുലസ് പോയിട്ട് നോർമൽ ബ്രാക്കറ്റായി. അപ്പോൾ നെഗറ്റീവിനെ നെഗറ്റീവ് പോസിറ്റീവ് ആക്കാൻ സ്ക്വയർ ചെയ്യുകയാണെന്നുള്ളത് ഓർത്താൽ മതി. കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് പഠിക്കാവുന്ന കാര്യമുള്ളത്. അപ്പോൾ ഇവിടെ എന്താ വരിക, XI മൈനസ് എക്സ് ബാർ വരും. ഇനി അത് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യും, XI മൈനസ് എക്സ് ബാറിൻ്റെ നോർമൽ സ്ക്വയർ ചെയ്യുന്നത്. പിന്നെ ഫൈനൽ സ്റ്റെപ്പ് എന്ത് ചെയ്യുക, ഫ്രീക്വൻസി ആയിട്ട് XI മൈനസ് എക്സ് ബാറിന് എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും. ദാറ്റ്സ് എ ഫൈനൽ സ്റ്റെപ്പ്. ഓക്കെ, എല്ലാവരും ഹെഡിങ് എഴുതിയാൽ മനസ്സിലാക്കിയിട്ട് ഹെഡിങ് എഴുതിക്കോ. കറക്റ്റ് XIകൾ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത്, XIകൾ കറക്റ്റ് ലിസ്റ്റ് ചെയ്ത് 6, 10, 14, 18, 24, 28, 30 കറക്റ്റ് കേട്ടോ. ഫ്രീക്വൻസി 2, 4, 7, 12, 8, 4, 3. എടാ ഫസ്റ്റ് XI മൈനസ് എക്സ് ബാർ. എടാ അപ്പോൾ നമുക്ക് XF എന്ന് പറഞ്ഞ ബോക്സ് കൊടുക്കണം അവിടെ. കാരണം എക്സ് ബാർ കാണെങ്കിൽ XF എന്ന് പറഞ്ഞ ബോക്സ് കൊടുക്കണ്ടേ, വേണം. അങ്ങനെ നമ്മളിങ്ങനെ ബോക്സ് ഇങ്ങനെ ബൈഹാർട്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ നമുക്ക് എക്സാമിന് തെറ്റൂല. ബോക്സ് ഇങ്ങനെ കാണാപാഠം പഠിക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ബോക്സ് ആഡ് ചെയ്യാം. കണ്ട, അത് ബോക്സ് കാണാപാഠം പഠിച്ചിരുന്നതുകൊണ്ടാണ്. കാണാപാഠം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് പ്രശ്നമാവാണ്. XI മൈനസ് എക്സ് ബാർ, അല്ലെങ്കിൽ എക്സ് ബാർ. ഇപ്പോൾ എക്സ് ബാർ കാണാൻ നേരത്തെ XF എന്ന് പറഞ്ഞ ബോക്സ് ഇല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മളവിടെ XF എന്ന് പറഞ്ഞ ബോക്സ് കൊടുത്തു, ഇത്രേ ഉള്ളൂ. 6 × 2 12 കേട്ടോ. 14 40. എടുത്ത് കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതും, കേട്ടോ. നിങ്ങൾ വേറെ ഏതെങ്കിലും മെത്തേഡിലാണോ ചെയ്തതെന്ന് അറിയില്ല സാർക്ക്. സ്കൂളിൽ ചിലപ്പോൾ പല മെത്തേഡിൽ ചെയ്യും. 1, 2, 3 അസ്യൂംഡ് വാല്യൂ മെത്തേഡ്, അങ്ങനെ കുറേ മെത്തേഡുകളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഓരോന്ന് പറയടാ. 14 × എടാ സെറ്റ് ആക്കിട്ടോ, കാൽക്കുലേറ്ററിൽ ഇങ്ങനെ കൊടുത്താൽ മതി, കിട്ടൂടാ. കറക്റ്റ് ആൻസർ കിട്ടൂട്ടോ. 98 സാർ ഇങ്ങനെ കൊടുക്കണം. അതുപോലെ 18 × 12 216. അതുപോലെ 24 × 8 കറക്റ്റ് കാൽക്കുലേറ്ററിൽ കൊടുത്താൽ മതി. 192. 28 × 4 112. 30 × 3 90. കറക്റ്റ് കൊടുക്കുക കേട്ടോ. കറക്റ്റ് ഓർഡറിൽ ഇങ്ങനെ കറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആൻസേഴ്സ് കിട്ടും. ഓക്കെ, ഇനി എക്സ് ബാർ കാണാം. എടാ എക്സ് ബാർ കാണാന്ന് പറഞ്ഞാൽ XF തമ്മിൽ കൂട്ടണം. നമ്മൾ നേരത്തെ ചെയ്യുന്നല്ലേ, ഇവിടെ കംപ്ലീറ്റ് നമ്മൾ കൂട്ടണം. ഇവിടെ കംപ്ലീറ്റ് നമ്മൾ കൂട്ടി കഴിഞ്ഞാൽ XF എത്ര കിട്ടും, കൂട്ടി നോക്ക്. 12 + 40 + 98 + 216 + 192 + 112 + 90 760 കേട്ടോ. 760. എടാ ഇനി എക്സ് ബാർ കാണാം. അടുത്ത സ്റ്റെപ്പ് മുന്നോട്ട് പോകണമെങ്കിൽ എക്സ് ബാർ കാണാം. എക്സ് ബാർ ആവറേജ് കാണണമെങ്കിൽ സമ്മേഷൻ XF / N. ഇതാണ് നമ്മൾ നോർമൽ എക്സ് ബാറിൻ്റെ ഫോർമുല. അപ്പോൾ സമ്മേഷൻ XF എന്ന് പറഞ്ഞാൽ 760. 760. അതുപോലെ N കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഫ്രീക്വൻസി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ഫ്രീക്വൻസി നമ്മളൊക്കെ പാടെ കൂട്ടിക്കഴിഞ്ഞാൽ 2 + 4 +
7 പ്ലസ് 12 പ്ലസ് 8 പ്ലസ് 4 പ്ലസ് 3 40. അപ്പോൾ 40 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 760 ഡിവൈഡ് ബൈ 40 19. എക്സ് ബാർ 19 കിട്ടും. ഓക്കെ, ഈ 19 പിന്നീട് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. എക്സ് ഐ മൈനസ് എക്സ് ബാർ 19 ഫിക്സ്ഡ് ആണെന്ന് മാറൂല കേട്ടോ. ഓരോന്ന് കണ്ടോ, എക്സ് ഐ മൈനസ് എക്സ് ബാർ ഓരോന്ന് കണ്ടോ. എക്സ് ഐ മാറിയതിട്ട് 6 മൈനസ് 19 മൈനസ് 13. എടാ അതിൻ്റെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 169. മൈനസ് 13 ഇൻറ്റു മൈനസ് 13 അതിൻ്റെ സ്ക്വയർ ചെയ്യാന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആക്കാനാണല്ലോ ഹോൾ സ്ക്വയർ ചെയ്യുന്നത്. ഇനി ഇവിടെ വരുന്ന വാല്യൂസിന് നെഗറ്റീവ് ഉണ്ടാവില്ല, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. 10 മൈനസ് 19 9 മൈനസ് 9 9 81 പോസിറ്റീവോ. 14 ഇൻറ്റു 19 കേട്ടോ, അങ്ങനെ ചെയ്തുകൂടും. 14 മൈനസ് 19 മൈനസ് 5 അല്ലേ 25. 18 മൈനസ് 19 മൈനസ് 1 1. 24 മൈനസ് 19 20 5 25 തെറ്റിച്ചല്ലോ. 28 മൈനസ് 19 9 99 81. 30 മൈനസ് 19 11 121. ഇവിടെ കൂട്ടാനൊന്നുമില്ല അല്ലേ. 11 ഇൻറ്റു 11 121. ഇനി ഫ്രീക്വൻസി ആയിട്ട് ഗുണിക്കാം. 2 ഇൻറ്റു 169 338. ഇനി കംപ്ലീറ്റ് ഇങ്ങനെ ഗുണിച്ചെഴുതിയാൽ മതി. ഫ്രീക്വൻസി ആയിട്ടാണ് ഗുണിക്കേണ്ടത്. 4 ഇൻറ്റു 81 324. 25 ഇൻറ്റു 7 വളരെയധികം ശ്രദ്ധിച്ച് ഗുണിക്കണം കേട്ടോ, അല്ലെങ്കിൽ മൊത്തം ഉത്തരം പണിയാവും. 175. ഒരു ചെറിയ ഉത്തരം തെറ്റിയാൽ മതി, എല്ലാം പോകും. 1 ഇൻറ്റു 12 12 ഒന്നായതുകൊണ്ട് റിസ്ക് ഇല്ല. 25 ഇൻറ്റു 8 25 ഇൻറ്റു 8 200 അല്ലേ സാർ. ചുമ്മാ കാൽക്കുലേറ്റർ ഒന്ന് കൊടുക്കുകയാണ് ഞാനിപ്പോൾ ആളുടെ. 81 ഇൻറ്റു 4 324. 121 ഇൻറ്റു 3 363. ഇവിടെ ഒക്കെപ്പാടെ കൂട്ടിക്കോ, ഒക്കെപ്പാടെ കൂട്ടാം. സോ 338 പ്ലസ് 324 പ്ലസ് 175 പ്ലസ് 12 പ്ലസ് 200 പ്ലസ് 324 പ്ലസ് 363 സമം 1736. 1736 കേട്ടോ. ഒക്കെപ്പാടെ കൂട്ടിക്കഴിഞ്ഞാൽ 1736. ഇനി നേരെ നമ്മൾ ഫോർമുലയോട്ട് പോവാം. മീൻ ഡീവിയേഷൻ നമുക്കിവിടെ കാണേണ്ടത് എന്താണ്? വേരിയൻസ് അല്ലേ. ഫൈൻഡ് ദി മീൻ. മീൻ കണ്ടു. മീൻ കാണാവുന്ന എക്സ് ബാർ കാണാം, നമ്മൾ കണ്ടു. വേരിയൻസ് കാണാം. സോ വേരിയൻസ് റോ സ്ക്വയർ അല്ലേ. സമ്മേഷൻ I 1 to n ഫ്രീക്വൻസി ഇൻറ്റു നോർമൽ ബ്രാക്കറ്റ് xi മൈനസ് എക്സ് ബാറിൻ്റെ ഹോൾ സ്ക്വയർ ബൈ n. ഇതാണ് നമ്മളുടെ ഫോർമുല. അതിൽ ആ ഭാഗം നമുക്ക് കിട്ടിയ 1736 n കൊണ്ട് ഡിവൈഡ് ചെയ്യുക. n എന്ന് പറഞ്ഞാൽ 40 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ഡിവൈഡ് ബൈ 40 43.4 കേട്ടോ. അത് കഴിഞ്ഞാൽ എടാ വേരിയൻസ് ഇവിടെ തന്നെ കണ്ടാൽ മതി. വേരിയൻസ് കാണാൻ പണിയില്ല, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ പണിയില്ല. സ്റ്റാൻഡേർഡ് ഞാൻ ഫുൾ ലെറ്റർ എഴുതട്ടോ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ SD എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് വേരിയൻസാണ്. ഇപ്പോൾ റൂട്ട് ഓഫ് 43.4 അതിൻ്റെ റൂട്ട് വാല്യൂ കാണും. റൂട്ട് വാല്യൂ
റൂട്ട് 43.4 കേട്ടോ. (43.4) 6.58 6.58 കേട്ടോ. 6.58 അപ്രോക്സിമേറ്റ് ആൻസർ വന്നു 6.58 കേട്ടോ. അത് 2 ഡിജിറ്റ് നിങ്ങൾ 5.857 5.87 എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ 5.9 എന്നാക്കാം, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. 6.5 സംതിങ് മതി. 6.58 5.9 എന്ന് എഴുതാം, അല്ലെങ്കിൽ 5.878 എന്നൊന്നും എഴുതിയിട്ടൊന്നും കുഴപ്പമില്ല. 2 ഡിജിറ്റിലോ 3 ഡിജിറ്റിലോ ഒക്കെ എഴുതാൻ ആവശ്യം. 2 ഡിജിറ്റിൽ എഴുതിയാൽ മതി. 6.58 ദാറ്റ്സ് ഓൾ. ഓക്കെ, അവിടെ ഫിനിഷ് ആയി. എടാ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇതേ ടൈപ്പ് തന്നെ ക്ലാസ് ടൈപ്പിൽ വരുമ്പോൾ. എടാ ഈ ക്ലാസ് എന്ന് പറയുന്നത് എക്സ് ഐ കേട്ടോ. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എഫ് എണ്ണം, ഫ്രീക്വൻസി മലയാളത്തിൽ എണ്ണം എന്നാണ്. അപ്പോൾ എക്സ് ഐ എഫ് ഐ. നേരെ ബോക്സ് വരക്കാം. ഇതന്നെ കണ്ടിട്ടാ മീന്, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണേ. മീൻ എന്ന് പറഞ്ഞാൽ എക്സ് ബാർ, വേരിയൻസ് എന്ന് പറഞ്ഞാൽ റോ സ്ക്വയർ ബ്ലാ ബ്ലാ ബ്ലാ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നതാണ് എന്ത്, റൂട്ട് വേരിയൻസ് കേട്ടോ. ഓക്കെ, പിന്നെ ഇവിടെ കോഫിഷ്യൻ്റ് ഓഫ് വേരിയൻസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൂടെ ഉണ്ട്. ലാസ്റ്റ് പറഞ്ഞുതരാം, ഫോർമുല പറഞ്ഞുതരാം. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടുത്താറുണ്ട്. അത് ഒരു പ്രോബ്ലത്തിൽ ഞാൻ പറഞ്ഞുതരാം ആ ഫോർമാറ്റ്. അത് ചിലപ്പോഴേ വരുള്ളൂ, എന്നാലും വന്നാൽ നമുക്ക് എഴുതണം കേട്ടോ. നമ്മൾ നേരെ ബോക്സ് ആക്കാം. ഇതൊക്കെ പിന്നെ പഴയ പോലെ തന്നെ കേട്ടോ. എക്സ് ഐ എഫ് ഐ, പിന്നെ എക്സ് ഐ ഇൻറ്റു എഫ് ഐ, പിന്നെ എക്സ് ഐ മൈനസ് എക്സ് ബാർ, എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ, ഫ്രീക്വൻസി കൊണ്ട് എക്സ് ഐ മൈനസ് എക്സ് ബാർ സ്ക്വയർ. ഇത്രയും ബോക്സാണ് നമുക്ക് ഹെഡറിൽ വരിക. സാധാരണ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. എടാ എക്സ് ഐ എഫ് ഐ എഴുതുമ്പോൾ, എക്സ് ഐയിൽ എഴുതുമ്പോൾ 0 to 10 മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 0 + 10/2 ഇങ്ങനെയാണ് കാണാം. 10/2 എന്ന് പറഞ്ഞാൽ 5. അത് 0-ൻ്റെയും 10-ൻ്റെയും ഇടയിലുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ 5 നമുക്ക് കോമൺ സെൻസ് വെച്ചിട്ട് പറയാവുന്ന കാര്യമുള്ളൂ. അല്ലെങ്കിൽ ലോവറും അപ്പുറം തമ്മിൽ കൂട്ടുക, /2 ചെയ്യുക, 10/2 5 ഇങ്ങനെയാണ് കിട്ടുന്നത് കേട്ടോ. അത് കൺഫ്യൂഷനുള്ള നമ്പറൊക്കെ വന്നു കഴിഞ്ഞാൽ പേടിച്ചാൽ മതി. അതല്ലെങ്കിൽ ജസ്റ്റ് 0-ക്കും 10-നും ഇടയിൽ എത്രയാണ്, 5 എല്ലാവർക്കും അറിയാം. 5 കുറച്ച് നമ്പേഴ്സ് ഉള്ളൂ ഇവിടെ. 5 10-ൻ്റെ 20-ൻ്റെ എത്രയുടെ 15 വേഗം എഴുതാൻ പറ്റും. 15 25 6 മാർക്കാണ് ക്വസ്റ്റ്യൻ. 15 25 35 45 കേട്ടോ. വളരെ സ്പീഡിൽ എഴുതാവുന്ന കാര്യമുള്ളൂ. 5 8 15 അതതിൻ്റെ നേരക്കുള്ള 5 8 15 16 6 കേട്ടോ. കറക്റ്റ്. അതായത് നേരക്ക് ഫ്രീക്വൻസി എത്ര വെച്ചാൽ അത് എഴുതാം. പിന്നെ എക്സ് ഐ ഇൻറ്റു എഫ് ഐ എഴുതാം. 5 × 5 25 അതതിൻ്റെ നേരക്ക് എഴുതാം കേട്ടോ. 120. അതുപോലെ തന്നെ 375 560 270 നേരക്ക് എഴുതാം. ഇനി എക്സ് ബാർ കാണാന്നുള്ളതാണ്. അപ്പോൾ നമുക്കിത് ഒക്കെപ്പാടെ കൂട്ടണം അല്ലേ. എഫ് ഐൻ്റെ എക്സ് ഐ കിട്ടിക്കഴിഞ്ഞാൽ 1350 കിട്ടാം. 1350. ഇനി നേരെ നമ്മൾ എക്സ് ബാർ കാണാം. എക്സ് ബാർ പറഞ്ഞാൽ സമ്മേഷൻ എക്സ് ഐ ഇൻറ്റു എഫ് ഐ ബൈ എൻ. 1350 എന്നെ നമ്മളിവിടെ ഒക്കെപ്പാടെ കൂട്ടിയിട്ടുണ്ടാവണം. ഫ്രീക്വൻസി ഒക്കെ കൂട്ടി എന്നെ 50 കിട്ടാം. അപ്പോൾ 50 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 1350 50 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുക 27 കേട്ടോ. ഇതാണ് നമുക്ക് എക്സ് ബാർ കിട്ടുക. എക്സ് ബാർ എത്ര കിട്ടുക? 27. ഈ എക്സ് ബാർ ഫിക്സ്ഡ് ആണ്. ഇവിടെ നമുക്കറിയാം ഇത് ഫിക്സ്ഡ് ആണ്. എക്സ് ഐ മൈനസ് 27 ഫിക്സ്ഡ് ആണ്. ഇനി ഓരോന്ന് കാണാം. ഫസ്റ്റ് എക്സ് ഐ, ഫസ്റ്റത്തെ എക്സ് ഐ 5 5 മൈനസ് 27 മൈനസ് 22. അതിന് സ്ക്വയർ ചെയ്യാം. 22 × 22 അതാണ് അതിന് സ്ക്വയർ ചെയ്താൽ കിട്ടുക. 484 കിട്ടും കേട്ടോ. വലിയ നമ്പറൊക്കെ വരും കേട്ടോ, ഒന്നും പേടിക്കണ്ട. എക്സ് ഐ മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ -22 അതിൻ്റെ സ്ക്വയർ. ദാറ്റ് ഈസ് -22 × -22 എന്ന് ചെയ്യണമെന്നില്ല. 22 × 22 ചെയ്താൽ മതി. നെഗറ്റീവ് പോസിറ്റീവ് ആവും. ഓക്കെ, അങ്ങനെ എല്ലാം സിംപ്ലിഫൈ ചെയ്തോ. 15 മൈനസ് 27. സാർ കാൽക്കുലേറ്റർ എല്ലാം കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും തെറ്റുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ്. രണ്ടാമത് ചെയ്യാനും വയ്യ. 15 മൈനസ് 27 മൈനസ് 12. അത് സ്ക്വയർ ചെയ്ത 12 × 12 144. 25 മൈനസ് 27 അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. -2 ഹലോ 4
ഒരു സേഫ്റ്റിക്കാണ് കൊടുക്കുന്നത്. 35 മൈനസ് 4 നമ്പറിലുള്ളൂ. 35 മൈനസ് 27 8 8 8 64 35 45 മൈനസ് 18 ഇൻറ്റു 18 324. ഇനി എഫ് ഐ കൊണ്ട് ഗുണിക്കുക 5 കൊണ്ട്. എക്സ് ഐ കൊണ്ട് ഗുണിക്കരുത് കേട്ടോ, എഫ് ഐ കൊണ്ട് ഗുണിക്കണേ. 5 ഇൻറ്റു 484 5 ഇൻറ്റു 484 2420. ഇനി ഗുണിച്ചാണ്ട് എഴുതിയാൽ മതി കേട്ടോ. 8 ഇൻറ്റു 144 1152 അല്ലേ. 15 ഇൻറ്റു 4 60. 16 ഇൻറ്റു 64 1024. 6 ഇൻറ്റു 324 1944. ഇടൊക്കെ പാടെ കൂട്ടാം. 2420 പ്ലസ് 2420 പ്ലസ് 1152 പ്ലസ് 60 പ്ലസ് 1024 പ്ലസ് 1944 ഈക്വൽ 6600. 6600. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ആദ്യം വേരിയൻസാണ് കാണണം. വേരിയൻസ് റോ സ്ക്വയർ അല്ലേ. സമ്മേഷൻ ഐ 1 to n ഫ്രീക്വൻസി ഇൻറ്റു നോർമൽ ബ്രാക്കറ്റ് എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ എൻ. സോ അതൊക്കെ പാടെ കൂട്ടിയപ്പോൾ കിട്ടി 6600. n കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 50 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഡിവൈഡഡ് ബൈ 50 132 കിട്ടുക. 132 കറക്റ്റ് ആൻസറാണ് കേട്ടോ. സാർ വെരിഫൈഡ് ആൻസറാണ്, ഒരിക്കലും തെറ്റല്ല, കറക്റ്റ് വെരിഫിക്കേഷൻ ആണ്. 132 ഫൈനൽ കീ കേട്ടോ. ഒരു കറക്റ്റ് വെരിഫൈഡ് ആണ് ആൻസർ, ഡോണ്ട് വറി. എടാ ഇനി ഇതിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇവിടെ തന്നെ കണ്ടോ, എസ് ഡി. എടാ എസ് ഡി റൂട്ട് വേരിയൻസ് ആണ് ഫോർമുല. സോ എസ് ഡി റൂട്ട് 132. റൂട്ട് 132 എത്ര? 132 11.48 കേട്ടോ. അത് മതി. 11.48 2 ഡിജിറ്റിൽ എഴുതിയാൽ മതി. 49 48 ഇൻറ്റു പോയിന്റ് എത്രയാണ്? 489. അപ്പോൾ 49 എന്നൊക്കെ ആക്കട്ടോ. 489 എന്നാ. അപ്പോൾ 48 പകരം 49 ഒക്കെ ആക്കാം. ഒന്നും വിഷയമല്ല. നിങ്ങളെ കാൽക്കുലേറ്ററിൽ കിട്ടുന്ന ആൻസർ എഴുതി വെച്ചാൽ മതി. കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. 2 ഡിജിറ്റിലോ 3 ഡിജിറ്റിലോ കാൽക്കുലേറ്ററിൽ എന്താ കാണുന്നത് എഴുതി വെച്ചാൽ മതി. അതിൽ പിന്നെ കുറേ കോംപ്ലിക്കേഷൻ ആക്കാൻ പോകണ്ട കേട്ടോ. എടാ ഇത്രയാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ. ഇനി നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഏരിയയാണ്. അതായത് ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് എന്തൊക്കെ ഇതിൽ ചോദിക്കുക എന്നുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ എന്നാലും ട്വിസ്റ്റ് ആയിട്ട് ഈ മീഡിയൻ ഒക്കെയാണ് കുറച്ച് ഹാർഡ് ലെവൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ പറയുന്നത് ഫസ്റ്റ് ഹാഫ് തന്നെ ആയിരിക്കും മിക്കവാറും ഒരു 99.999% ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു എന്ന് എക്സാമിന് ഉറപ്പ് പറയാം. പക്ഷെ ഞാൻ പറയുന്നത് ഇനിയുള്ള പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ട്വിസ്റ്റ് ആക്കുക, ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ഹാർഡ് ലെവലിൽ നിന്നാണ് വരുന്നത്. ടഫ് എന്ന് പറയുന്നൊന്നുമില്ല. ഞാൻ ഇപ്പോൾ ചെയ്ത അതേ സിമിലർ സാധനം തന്നെയാണ്. എല്ലാവരും ഒന്ന് വായിച്ച് പഠിക്കുന്നത്. ഞാൻ പറയുന്നത് വീഡിയോ മൊത്തം കാണലാണ് നിർബന്ധം കേട്ടോ. അതെല്ലാം നിങ്ങൾ അവസാന സമയത്ത് ടെൻഷൻ അടിച്ചിട്ട് എന്താ പറയുക ഭയങ്കര ധൃതിയാണെങ്കിൽ ഇപ്പോൾ കണ്ടത് വരെ കണ്ട് നിർത്തിക്കോ. ഹാർഡ് കാണണമെന്ന് നിർബന്ധമില്ല, വളരെയധികം നിർബന്ധം ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞു ഒരു 0.1% ഒക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, 0.1% അല്ലെങ്കിൽ 1% ഇവിടുന്ന് ചോദിക്കാം മേ ബി കേട്ടോ. ഞാൻ തീരെ തീർത്തും പറയുന്നില്ല, അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കുന്നില്ല. ഇതിലോട്ട് കിടക്കാം കേട്ടോ. അതിപ്പോൾ ടഫൊന്നുമില്ല, 4-5 ക്വസ്റ്റ്യൻസേ ഉള്ളൂ, പെട്ടെന്ന് തീരുന്ന ക്വസ്റ്റ്യൻ. കൺസിഡർ ദി ഫോളോയിങ് ഡാറ്റ ബ്ലാ 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 ഫൈൻഡ് ദി മീഡിയൻ. മീഡിയൻ വരുമ്പോൾ ഇതെങ്ങനെ ചെയ്യാന്നുള്ളതാണ്. ഒറ്റ ലൈനിലുള്ള ഡാറ്റ വന്നിട്ട് മീഡിയൻ കാണുന്ന ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇനി ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ആദ്യത്തിൽ നമ്മൾ തുടക്കത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. തുടക്കത്തിൽ മീഡിയൻ കാണുന്ന ക്വസ്റ്റ്യനിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡാറ്റ 35 12 ബ്ലാ 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 ഡാറ്റ ഫൈൻഡ് ദ മീഡിയൻ. ഓക്കെ, സംഭവം നമുക്കറിയാം. മീഡിയൻ വരുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, അസെൻഡിങ് ഓർഡറിൽ എഴുതണം. ഓക്കെ, മീഡിയൻ ഇത് കാണാമെന്ന് ഞാൻ പറയുന്നില്ല, കാണണേ കണ്ടോളൂ. മീഡിയൻ കാണുമ്പോൾ അസെൻഡിങ് ഓർഡറിൽ എന്ത് ചെയ്യണം, ഡാറ്റ ചെയ്യണം കേട്ടോ. മീഡിയൻ കാണാമെന്ന് പറയുമ്പോൾ അസെൻഡിങ് ഓർഡറിൽ എന്ത് ചെയ്യണം, നമ്മൾ
ഡാറ്റനെ എഴുതണം. അപ്പോൾ ഡാറ്റനെ ആദ്യം എല്ലാവരും അസെൻഡിങ് ഓർഡറിൽ എഴുതിക്കുക. ഇത് പെട്ടെന്ന് കഴിയും, പെട്ടെന്ന് ചെയ്യാം കേട്ടോ. 28 ചെറുതിൽ നിന്നും വലുതിലോട്ട് കേട്ടോ ആരോഹണ ക്രമത്തിൽ എഴുതാൻ നിങ്ങൾക്ക് അറിയാം എല്ലാവർക്കും. 34, 35, 36, 41, 45, 49, 50 കറക്റ്റ് അസെൻഡിങ് ഓർഡറിൽ എഴുതുക. ചെറുതിൽ നിന്നും വലുതിലോട്ട് എന്നുള്ള നിലക്ക് നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ n എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ടൈം എത്രയാണ്? n 9 ആണ് അല്ലേ. 1 2 3 4 5 6 7. അപ്പോൾ അത് കാരണം എളുപ്പം അത് കണ്ടുപിടിക്കാൻ ഇതിൻ്റെ സെൻറ്റർ കണ്ടാൽ മതി അല്ലേ. ഇങ്ങോട്ട് കറക്റ്റ് ബാലൻസ് ആക്കി, ഇങ്ങോട്ട് കറക്റ്റ് ബാലൻസ് ആക്കി, 2 4 അങ്ങോട്ടും 2 4 ഇങ്ങോട്ടാക്കിയ കറക്റ്റ് 36 നമ്മൾ എന്ത് ചെയ്യുക, മീഡിയൻ വരും അല്ലേ. കൃത്യമായിട്ട് നമുക്ക് മീഡിയം കാണാൻ പറ്റും. എത്ര? 36. ഇതിന് ഫോർമുലയുടെ ആവശ്യമൊന്നുമില്ല, സെൻറ്റർ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, മീഡിയൻ 36. ഇതിന് ഫോർമുലയുടെ ആവശ്യമൊന്നുമില്ല. ഇനി ഫോർമുല ബേസിലാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഫോർമുലയുടെ ആവശ്യമില്ല, ഇങ്ങോട്ട് ബാലൻസ് ചെയ്ത് ഇങ്ങോട്ട് ബാലൻസ് ചെയ്ത് സെൻറ്ററിൽ കാണുന്നതുകൊണ്ടാണ് നമ്മൾ മീഡിയൻ നമ്പർ 36. ഇത്രയേ ഉള്ളൂ മീഡിയൻ കാണാൻ കേട്ടോ. ഇതിൽ കൂടുതൽ പഠിക്കാനൊന്നുമില്ല. ഇതൊരു ഫോർമുല ലെവലിൽ നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മീഡിയം കാണാൻ, ഇത് ഓഡ് നമ്പർ അല്ലേ, ഓഡ് നമ്പർ അല്ലേ. അപ്പോൾ മീഡിയം കാണാൻ നമുക്ക് എങ്ങനെ പറയാം, n+1/2 ടേം എന്ന് പറഞ്ഞാൽ മതി. n+1/2 ടേം, ഇതാണ് നമ്മളെ ഫോർമുല, n+1/2 ടേം. അപ്പോൾ n എന്ന് പറഞ്ഞാൽ n എത്രയാണ്? 9 ആണ്. n 9. അപ്പോൾ 9+1/2 ടേം. അപ്പോൾ 9/2 ടേം എന്ന് പറഞ്ഞാൽ 10/2 ടേം. 10/2 എന്ന് പറഞ്ഞാൽ 5th ടേം. 5th ടേം നമ്മൾ നോക്കി നോക്കിയാൽ കൗണ്ട് ചെയ്തൊക്കെ, 1ാമത്തെ ടേം, 2ാമത്തെ ടേം, 3 4 5ാമത്തെ ടേം. 5ാമത്തെ ടേം എന്താ? 5th ടേം 36 ആണ്. അങ്ങനെയൊക്കെ വേണമെങ്കിൽ കാണാം, പക്ഷെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. 5th ടേം 6th ടേം എത്രയാണ്? 36. അങ്ങനെ എം കാണണമെങ്കിൽ കാണാമെന്ന് പറയാം. 5th ടേം ആണ് 36. അതിൻ്റെ ആവശ്യമില്ലടാ, ബാലൻസ് ചെയ്താൽ തന്നെ നമുക്ക് സെൻട്രൽ ടേം കിട്ടും, ഇല്ല പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഫോർമുല ഇതാണ്, n+1/2 ടേം, n+1/2 ടേം കേട്ടോ. ശരി, മീഡിയൻ കിട്ടി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ. ഇനി ആ ബോക്സ് വരയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഉള്ളൂ, വേറെ മാറ്റങ്ങളൊന്നുമില്ല അല്ലേ. എക്സ് ഡാറ്റ മാത്രമേ ഉള്ളൂ, അപ്പോൾ റിസ്ക് ഇല്ല, വേഗം കഴിയും. എക്സ് അല്ലേ, പിന്നെ മീഡിയൻ എന്താ? xi - m, പിന്നെ അതിൻ്റെ എന്ത് കാണാം? xi - m-ൻ്റെ ബാർ മൂഡ്. വളരെ സിമ്പിൾ. ഓർഡറിൽ അസെൻഡിങ് ഓർഡറിൽ ഡാറ്റ തന്നെ എഴുതിക്കോ. 28, 32, 34, 35, 36, 41, 45, 49, 50. അപ്പോൾ ഫസ്റ്റ് 28 - 36 -8 വരും. ആ -8 പിന്നീട് മോഡുലസ് ചെയ്യുമ്പോൾ 8 കിട്ടും. 32 - 36 -4 കിട്ടും. അത് മോഡുലസ് ചെയ്യുമ്പോൾ +4 കിട്ടും അല്ലേ. ഇതൊക്കെ ഫിക്സ് അല്ലേ. xi - m എത്രയാണ്? 36. അപ്പോൾ ഓരോന്ന് ചെയ്യും, ഇതൊക്കെ ഇനി പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഓൾറെഡി സെറ്റാണ്. 4 35 - 36 -1 കിട്ടും, അത് 1 ആവും. കംപ്ലീറ്റ് സാറിഞ്ഞ് കൊടുക്കുക, എഴുതാം 0 5 9 13 14 കേട്ടോ. 0 സെയിം ആൻസർ എവിടെയും വല്ല, പോസിറ്റീവ് അല്ല 30. ഇതൊക്കെ പാടെ നമ്മൾ ഇതൊക്കെ പാടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ സം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും 56 കിട്ടും കേട്ടോ. 56 കിട്ടുക. പിന്നെ നേരെ ഫോർമാറ്റിൽ അപ്ലൈ ചെയ്യാം, ഒന്നും വലിയ റിസ്ക് ഉണ്ടാവില്ല. മീൻ ഡീവിയേഷൻ എന്താ ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദി മീൻ ഡീവിയേഷൻ MD സമ്മേഷൻ i 1 to n മോഡ് xi - m/n. ഇതാണ് നമുക്ക് കിട്ടിയ 56. n കൊണ്ട് ഡിവൈഡ് ചെയ്യാം, കൗണ്ട് ചെയ്താൽ മതി. ഇവിടെ n എന്ന് പറഞ്ഞാൽ കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 9 ആൻസർ. സോ സിംപ്ലിഫൈ ചെയ്ത 6.2 കേട്ടോ. മീൻ ഡിവിയേഷൻ എന്ന് പറഞ്ഞാൽ 6.22 ആണ് നമുക്ക് എന്ത് കിട്ടുക, ഉത്തരം കിട്ടുക 6.22. ഓക്കെ ശരി. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി മീൻ വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് തള്ളിക്കളയാൻ പറ്റില്ല. മീൻ വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എപ്പോഴും ഒരു സിംഗിൾ റോ ഡാറ്റ വന്നിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്. സിംഗിൾ റോ ഡാറ്റ തന്നിട്ട് ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ചാൻസ് കൂടുതലുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ, നമ്മൾ നേരത്തെ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെയാണ്. നമുക്കൊന്ന് കാണാം. ഫസ്റ്റ് ഇവിടെ ഫ്രീക്വൻസി വേണ്ട, ഇവിടെ ഫ്രീക്വൻസി ഇല്ല. ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസികളാണ് ചോദിക്കുക, അത് വേറെ കാര്യം. എല്ലാ വർഷവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് വേരിയൻസും ഫ്രീക്വൻസികളാണ്, മീൻസ് XI FI ഉള്ളതാണ്. പക്ഷേ ഇതും ഒരു സാധ്യതയുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്.
ഇവിടെ ഈസി ക്വസ്റ്റ്യൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മുടെ ഫോർമുല എന്താവും? വേരിയൻസിൻ്റെ ഫോർമുല എന്താവും? വേരിയൻസ് റോ സ്ക്വയർ എടാ സമ്മേഷൻ i 1 to n. ഇവിടെ ഈ ഫ്രീക്വൻസി ഉണ്ടാവില്ല എന്ന് മാത്രം. xi - x ബാർ ഹോൾ സ്ക്വയർ ബൈ n. ഇതിൽ ഈ ഫ്രീക്വൻസി ഉണ്ടാവില്ല എന്ന് മാത്രം. അപ്പോൾ ഇവിടെ n വരും, മനസ്സിലായോ? ഇത് ഇങ്ങോട്ട് എഴുതി കൊടുത്താൽ i 1 to n ഉണ്ടോ? ഇത്രേ ഫോർമുല വരുള്ളൂ. അവിടെ എന്തുണ്ടാവില്ല? ഫ്രീക്വൻസി ഉണ്ടാവില്ല എന്ന് മാത്രം. ഫ്രീക്വൻസി ഉണ്ടാവില്ല, ആ ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. കാരണം ഇതിൽ ഓൾറെഡി ഫ്രീക്വൻസി ഇല്ലല്ലോ. അപ്പോൾ നേരത്തെ രണ്ട് കണക്ട് ചെയ്ത് പഠിക്കുക. ഫ്രീക്വൻസി ഇല്ലെങ്കിൽ ഫ്രീക്വൻസിനെ റിമൂവ് ചെയ്യുക ഫോർമുലയിൽ നിന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് സെറ്റ് ഓൺ ആക്കാം. ഈ സാധനം സെറ്റ് ഓൺ ആക്കാൻ വേണ്ടി നമ്മൾ ബോക്സ് വരക്കാം. ഫസ്റ്റ് xi, പിന്നെ നമുക്ക് എന്താ കണ്ട് xi - x ബാർ, പിന്നെ എന്താടാ xi - x ബാറിൻ്റെ സ്ക്വയർ. ഇത്രേ ഉള്ളൂ, ഇത്ര വലിപ്പൊന്നും വേണ്ട അല്ലേ? ഇത്രേ ആവശ്യമുള്ളൂ ഫോർമുല ബോക്സ്. ഓക്കെ, ഫില്ല് ചെയ്തൂടെ പറ. 6 ഇവിടെ അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ ഒന്നുമില്ല കേട്ടോ. മീഡിയൻ വരുമ്പോൾ മാത്രമാണ് അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ ഒക്കെ ഉള്ളൂ. ഇവിടെ വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡിവിഷൻ, ഇവിടെ അസെൻഡിങ് ഓർഡർ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമല്ല, ചുമ്മാ നമ്മളെ സമയം വേസ്റ്റാണ് നമ്മൾ ചിന്തിച്ചിട്ട്. 6 7 10 12 13 4 8 12 xi - x ബാർ. അപ്പോൾ എക്സ് ബാർ കാണണം. എക്സ് ബാർ സാധാരണ രീതിയിൽ കാണുന്ന പോലെ തന്നെ. എക്സ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ മീൻ കേട്ടോ. മീൻ കാണുന്നതിനാണ് എക്സ് ബാർ എന്ന് പറയാം കേട്ടോ. സോ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എല്ലാതും പാടെ കൂട്ട്. ഈ xi കംപ്ലീറ്റ് കൂട്ടിക്കോ. xi കംപ്ലീറ്റ് കൂട്ടുമ്പോൾ 72 കിട്ടും. 72. അപ്പോൾ 72നെ n കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ n എത്രയാണ്? നമ്പർ ഓഫ് ടൈം എത്രയാണ്? 8. അപ്പോൾ എക്സ് ബാർ കിട്ടുന്ന ഉത്തരം 9 കിട്ടും. 72/8 എന്ന് പറഞ്ഞാൽ 9 അല്ലേ? 9 8 72. അപ്പോൾ xi - 9 ഫിക്സ്ഡായി. ചെയ്തുകൂടെ? 6 - 9 -3 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 9, -2 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 4, 10 - 9 1 1, 12 3 4 -5 -1 3. അവിടെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 9 16 25 1 9 ഒക്കെ പാടെ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 74. xi - x ബാർ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 74. നേരെ ഫോർമാറ്റിലോട്ട് കൊടുക്കുക. നമ്മളെ ഫോർമുല എന്താ? വേരിയൻസ് അല്ലേ? വേരിയൻസ് റോ സ്ക്വയർ ഈക്വൽ ടു സമ്മേഷൻ i 1 to n. ഫ്രീക്വൻസി ഇല്ല, സോ xi - x ബാർ നോർമൽ ബ്രാക്കറ്റ് ഹോൾ സ്ക്വയർ n. വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരുമ്പോൾ നോർമൽ ബ്രാക്കറ്റിൻ്റെ ഹോൾ സ്ക്വയർ. ഫ്രീക്വൻസി ഇല്ലാണ്ട് എഴുതാം, അത്രേ ഉള്ളൂ. അതാണ് നമ്മുടെ ഫോർമുല. ഇവിടെ നമ്മളെ ഈ പാർട്ട് നമുക്ക് 74 എന്ന് കിട്ടി. ഏത് ഇതാ? ഈ പാർട്ട് 74 ബൈ n. എന്ന് പറഞ്ഞാൽ 8. സോ 74/8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 9.25. ഇതാണ് വേരിയൻസ് കിട്ടുക കേട്ടോ. വേരിയൻസ് ആണ് റോ സ്കോർ എന്ന് എന്ത് വേണമെങ്കിൽ വിളിക്കാം. വേരിയൻസ് വേരിയൻസ് വേരിയൻസ്. എടാ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടെ കാണണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ഡയറക്റ്റ് എക്സാം ചോദിക്കുക. SD. സോ റൂട്ട് വേരിയൻസ് ആണ്. സോ റൂട്ട് ആ കിട്ടിയ ആൻസർ കൂടെ കൊടുത്താൽ മതി. 9.25 കൊടുത്തു കഴിഞ്ഞ് കിട്ടുക 3.04 കേട്ടോ. SD കിട്ടുക നമുക്ക് എന്താ 3.14 ആണ് മക്കളെ. SD കിട്ടുക 3.14 3.04 ആണ് കേട്ടോ. ഓക്കെ, എടാ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആണ്. എടാ എക്സും എഫിലുള്ള മീഡിയൻ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മൾ എക്സും ഫ്രീക്വൻസിയും വന്ന മീഡിയൻ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മൾ ഇനി അതാണ് ചെയ്യാൻ പോകുന്നത്. ഫൈൻഡ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ഫോർ ദി ഡാറ്റ. എക്സും എഫും തന്നാൽ മീഡിയൻ എങ്ങനെ കാണാമെന്നുള്ള വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ കാണുന്നത് കേട്ടോ, മീഡിയൻ. ഓക്കെ, അപ്പോൾ എക്സാമിന് നമ്മളോട് മീഡിയൻ കാണാൻ വേണ്ടി ചോദിക്കും. ചില വർഷങ്ങളിലാണ് വരെ ചോദിക്കുക. ഈ മീഡിയൻ എന്ന് പറഞ്ഞാൽ ചില വർഷം എപ്പോഴും ചോദിക്കാറില്ല. ഒരു 10 കൊല്ലത്തിൻ്റെ 5 കൊല്ലത്തിൻ്റെ ഇടക്കൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ വളരെ റയറായിട്ടാണ് ചോദിക്കുക. പക്ഷേ മീഡിയൻ വന്നു കഴിഞ്ഞാൽ പേടിക്കണ്ട. മീഡിയൻ ഒന്നും കൂടെ എളുപ്പമാണ്. കാണുമ്പോൾ നമുക്ക് മീഡിയൻ കാണുമ്പോൾ ഒരു ബേജാറൊക്കെ തോന്നുമെങ്കിലും ശരിക്കും പറഞ്ഞാൽ മീഡിയൻ കാണാനാണ് ഒന്നും കൂടെ എളുപ്പം കേട്ടോ. ഫൈൻഡ് ദി മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ കാണാൻ ഒന്നും കൂടെ എളുപ്പമാണ്. വളരെയധികം റയർ കേസുകളിൽ മാത്രമേ മീഡിയൻ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ മീഡിയൻ കാണാൻ എളുപ്പമാണ്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്
മീഡിയൻ കാണാൻ വളരെ എളുപ്പമാണ് മനസ്സിലാക്കാം. ഫൈൻഡ് ദി മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ഫോർ ദി ഫോളോയിങ് ഡാറ്റ. അപ്പോൾ നമ്മുടെ ഫോർമുലയ്ക്ക് മാറ്റില്ല. ആദ്യം നമുക്ക് വേണ്ടത് എന്താ, എം ഡിയുടെ ഫോർമുല സെയിം ഫോർമുലയാണ്. ഫ്രീക്വൻസി വന്നതുകൊണ്ട് ഫ്രീക്വൻസിൻ്റെ മോഡാണ് എക്സ് ഐ മൈനസ് എക്സ് ബാർ ഓൾ ബൈ ഫോർമുല സിമിലർ ഫോർമുലയാണ്. ഫോർമുലയ്ക്ക് ഒരു ചേഞ്ചും ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ഫോർമുല മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എന്താണോ സെയിം ഫോർമുല തന്നെയാണ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയത്തിൻ്റെ ഈ ഫോർമുല. എക്സ് ബാറിന് പകരം എം വരുന്നു മാത്രം. ഫോർമുല അല്ല ഡസിങ് മാറ്റർ. അപ്പോൾ ഇവിടെ എക്സ് ബാറിന് പകരം ഇവിടെ എന്ത് വരും, ഇവിടെ എം വരും. ഈ ഒരു മാറ്റം മാത്രമേ എന്തിലുള്ളൂ, മീഡിയത്തിലുള്ളൂ കേട്ടോ. ഫൈൻഡ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയത്തിൽ ആ എക്സ് ബാറിനെ റീപ്ലേസ് ചെയ്യുക, അവിടെ എം കൊടുക്കുക. വേറെ യാതൊരു മാറ്റവും ഞാൻ എം കാണുന്ന മീഡിയം കാണുന്നിടത്തുള്ള മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ബാക്കി പിന്നെ പഴയ പോലെ പ്രോബ്ലം എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ആ എം കാണുന്നത് വളരെയധികം ഒന്ന് ശ്രദ്ധിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഫസ്റ്റ് നമുക്കിതിനെ ബോക്സ് അടിക്കാം. ഒരു ബോക്സ് വരക്കാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് എക്സ് ഐ പിന്നെ എഫ് ഐ നമുക്ക് തന്നത്. ഇവിടെ എക്സ് എഫ് ഇല്ല, ഇവിടെ എക്സ് എഫ് ഇല്ല. കാരണം എക്സ് എഫ് ഇല്ല, ഇവിടെ മീനില്ല, മീഡിയമാണ്. അപ്പോൾ ഒന്നും കൂടെ എളുപ്പമാണെന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഒന്നും കൂടെ എളുപ്പ കാര്യങ്ങൾ. അപ്പോൾ എക്സ് ഐ മൈനസ് എന്താ കിട്ടുക, എം ആണ്. പിന്നെ എക്സ് ഐ മൈനസ് എം മോഡുലസ് പിന്നെ ഫ്രീക്വൻസി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഗുണിക്കുക. എക്സ് ഐ മൈനസ് എം. ഇവിടെ എക്സ് ബാർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇല്ലാത്തതുകൊണ്ട് എക്സ് എഫ് എന്ന് പറയുന്ന ബോക്സ് ഇവിടെ വരില്ല. എക്സ് എഫ് കാരണം മീൻ കാണുമ്പോഴല്ലേ എക്സ് എഫ്. ഇവിടെ മീഡിയൻ ആയതുകൊണ്ടാണ്. മീഡിയൻ ഒന്നും കൂടെ എളുപ്പമാണ്. പക്ഷേ പല ആളുകൾക്കും മീഡിയം കുറച്ചും കൂടെ ടഫ് ആയിട്ടാണ് ഫീൽ ചെയ്യാറ്. പക്ഷേ മീഡിയൻ എളുപ്പമാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു പുതിയൊരു ബോക്സ് അഡീഷണൽ ആയിട്ട് വരും. അതിനെ വിളിക്കുന്ന പേരാണ് കുമുലേറ്റീവ് ഫ്രീക്വൻസി. സാർ അതെന്താ അങ്ങനെ അങ്ങനൊരു ബോക്സ് അഡീഷണൽ ആയിട്ട് വരും. അപ്പോൾ അതിന് പുറമേ ഒരു ബോക്സ് വരുന്നുണ്ട്. ആ എക്സ് എഫ് എന്ന് പറയുന്ന ബോക്സിന് പകരമായിട്ട് വരുന്ന ബോക്സാണ് എന്ത്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പഠിച്ചാൽ കേട്ടോ. അങ്ങനെ ഓർത്തിരിക്കാം. എന്താടാ, എക്സ് എഫിന് പതിലായിട്ട് വരുന്ന ഒരു അടുത്ത ആളാണ് എന്ത്, സി എഫ് കുമുലേറ്റീവ് ഫ്രീക്വൻസി. ഷോർട്ടാണ് സി എഫ്, കുമുലേറ്റീവ് ഫ്രീക്വൻസി. അതിനുശേഷം എന്ത് ചെയ്താൽ എക്സ് ഐ മൈനസ് എം, അതിനുശേഷം എക്സ് ഐ മൈനസ് എമ്മിൻ്റെ മോഡ് അതിനുശേഷം ഫ്രീക്വൻസി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫ്രീക്വൻസി ആയിട്ട് മോഡ് എക്സ് ഐ മൈനസ് എമ്മിനെ ഗുണിക്കുക. എഫ് ഐനായിട്ട് മോഡ് എക്സ് ഐ മൈനസ് എമ്മിനെ ഗുണിക്കുക. അപ്പോൾ സി എഫ് എന്ന് പറയുന്ന പുതിയ ആൾ വരുന്നുണ്ട് എന്നുള്ളത് ഓർക്കുക. കറക്റ്റ് ഓർഡറിൽ എഴുതാം. ഇവിടെ അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും ഒന്നുമില്ല, നേരെ എഴുതിക്കോളാം. ഓർഡർ കണ്ട് എഴുതിക്കോളാം. 5 8 7 അത് തന്ന അതേ ഓർഡറിൽ എഴുതിയാണ് കേട്ടോ. 9 ഇവിടെ അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും ഒന്നും ആക്കണ്ട. 10 2 12 2 15 6. എടാ നെക്സ്റ്റ് കുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ സിമ്പിളാണ്. ഫ്രീക്വൻസിനെ വീണ്ടും വീണ്ടും കൂട്ടിക്കൊണ്ടുവരുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണെന്ത്, ഫ്രീക്വൻസിനെ കൂട്ടിക്കൊണ്ടുവരാം. കുമുലേറ്റ് ചെയ്യുക, കൂട്ടിക്കൊണ്ട് മലയാളത്തിൽ പറയാം. ഫ്രീക്വൻസിനെ കുമുലേറ്റ് ചെയ്യുക, കൂട്ടിക്കൊണ്ടുവരാം. ഫ്രീക്വൻസിനെ കേട്ടോ ശ്രദ്ധിക്കണേ. ഫസ്റ്റ് ഫ്രീക്വൻസി ഏതാണ്, 8. പിന്നെ 8ഉം 6ഉം തമ്മിൽ കൂട്ടുക. അപ്പോൾ 8ഉം 6ഉം തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 10ഉം 14. അതിനുശേഷം 14ഉം 2ഉം കൂട്ടുക. അപ്പോൾ 16. 16ഉം 2ഉം കൂട്ടുക 18. 18 2ഉം കൂട്ടുക 20 26. അങ്ങനെയാണ് നമ്മളിത് ഫില്ല് ചെയ്യുന്നത് കുമുലേറ്റീവ് ഫ്രീക്വൻസി. ഇത് തെറ്റാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഈ ഫ്രീക്വൻസി 26 ആയിരിക്കും, N 26 ആയിരിക്കും. ഫ്രീക്വൻസി ഒക്കെ പാടെ കൂട്ടുമ്പോൾ 26. അപ്പോൾ അവിടെ തന്നെ പോയിട്ട് എൻ ഡിയിൽ നോക്കിയാൽ മതി. അവിടെ പോയിട്ട് തന്നെ എൻ ഡിയിൽ കുമുലേറ്റീവ് ഫ്രീക്വൻസി എൻ ഡി 26 തന്നെ ആയിരിക്കും കേട്ടോ. എന്നിൽ തന്നെ ആയിരിക്കും എൻ ഡി എന്നുള്ള ഒരു സിമ്പിൾ ടെക്നിക്ക് പഠിച്ചു വെച്ചു. പിന്നെ എം കാണുന്നതാണ് ഇതിൽ ഒന്ന് ശ്രദ്ധിക്കാനുള്ള മാസ്റ്റർ പീസ് എന്ന് പറയുന്നത്. എം എങ്ങനെ കാണാം, മീഡിയം എങ്ങനെ കാണാം. ഇവിടെ എൻ എന്ന് പറയുന്നത് നമുക്കറിയാം. എൻ എന്ന് പറയുന്നത് എന്താടാ, 26 സോ ഈവൺ ആണ്. എൻ ഈവൺ ആണ്. അപ്പോൾ നമ്മളുടെ ആവറേജ് ആണ് ഉപയോഗിക്കുക അല്ലേ, ആവറേജ് ആണ് കാണാം. എന്തിൻ്റെ അത് എങ്ങനെ കാണാ വെച്ചാൽ എന്തിൻ്റെ ആവറേജ് ആണ് കാണാ വെച്ചാൽ n/2 + 1 ആവറേജ് ഓഫ് n/2 + 1. അതായത് എം കാണുന്ന ഫോർമുല എങ്ങനെ തന്നെ പഠിച്ചു നിങ്ങൾ, പക്ക ഫോർമുല ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ആവറേജ് ഓഫ് n/2th ടേം ആൻഡ് n/2 + 1th ടേം. ഇതാണ് ഫോർമുല.
എം കാണാനുള്ള ഫോർമുല എന്താണ്? ആവറേജ്, ശരാശരി. എന്തിൻ്റെയൊക്കെ? n/2th ടേമിൻ്റെയും n/2 + 1th ടേമിൻ്റെയും ആവറേജ്. ആവറേജ് എന്ന് പറഞ്ഞാൽ ശരാശരി. ശരാശരി കാണാന്ന് പറഞ്ഞാൽ രണ്ടും പാടെ കൂട്ടുക ബൈ 2 ചെയ്യാം. അതിനാണ് ആവറേജ് എന്ന് പറയുക കേട്ടോ. സോ അങ്ങനെയാണെങ്കിൽ ആൻസർ എന്ത് വരും? ആവറേജ് ഓഫ് n/2th ടേം. ഇവിടെ n 26 ആണല്ലോ. അപ്പോൾ 26/2 ആവറേജ് ഓഫ്, ഞാൻ ഇവിടെ കാണിക്കേണ്ട സ്റ്റെപ്പായിട്ട് കാണിക്കുകയാണെങ്കിൽ ഇവിടെ കാണിക്കുന്നുണ്ട് ആവറേജ് n/2th ടേം ആൻഡ് n/2 26/2 + 1th ടേം. അപ്പോൾ ആവറേജ് 26/2 എന്ന് പറഞ്ഞാൽ 13 ടേം ആൻഡ് 13 + 1. ആവറേജ് എന്ന് പറഞ്ഞാൽ ശരാശരി. 13ാമത്തെ ടേം എത്രയാണ്? 13ാമത്തെ ടേമും 14ാമത്തെ ടേമും കണ്ടെത്താം. അപ്പോൾ ഇവിടെ എന്താ ഈ ഫോർമുല? ആവറേജ് ഓഫ് 13th ടേം ആൻഡ് 13 + 1 എന്ന് പറഞ്ഞാൽ 14th ടേം. ഇങ്ങനെയായി ഫോർമുല. ആവറേജ് ഓഫ് 13th ടേം ആൻഡ് 14th ടേം. ആവറേജ് ഓഫ് 13th ടേം ആൻഡ് 14th ടേം. എടാ 13th ടേം എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടെത്താന്ന് അറിയാം. നോക്ക്, 8ൻ്റെ ഉള്ളിൽ 30 ഇല്ല, കുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണ് നോക്കുക. 8ൻ്റെ ഉള്ളിൽ 13 ഇല്ല, 14ൻ്റെ ഉള്ളിലാണ് ആരുള്ളത്? 13 ഉള്ളത്. അപ്പോൾ 13th ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 13th ടേമിൻ്റെ XI ആണ് എടുക്കേണ്ടത് കേട്ടോ, ഫ്രീക്വൻസി അല്ല. ഈ 14ന് നേരെ XIയിൽ നോക്കുക. 14ന് നേരെ XIയിൽ ആരാളുള്ളത്? ഫ്രീക്വൻസി അല്ല, ഞാൻ വീണ്ടും പറയുന്നത് XIയിലാണ് നോക്കേണ്ടത് കേട്ടോ. XI ആണ് നമ്മൾ ഉത്തരം നോക്കേണ്ടത്. 14ന് നേരെ XI 7 ആണ്. 13 എന്ന് പറഞ്ഞാൽ XI 7 ആണ്. 14 എന്ന് പറഞ്ഞാൽ XI എന്താണ്? 7 ആണ്. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ ആവറേജ് കാണലല്ലേ. അപ്പോൾ മീഡിയൻ എന്ന് പറഞ്ഞാൽ ആവറേജ് ഓഫ് 13th ടേം എത്രയാണ്? 7 ആണ്. 7 + 7. 14th ടേം 7 ആണ്. ആവറേജ് എന്ന് പറയുന്നതാണ് രണ്ടും തമ്മിൽ കൂട്ടുക ബൈ 2 ചെയ്യുക. ആവറേജ് ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ടും പാടെ തമ്മിൽ കൂട്ടുക ബൈ 2 ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 14 അത് എന്തെന്നെ കിട്ടുക? 7 കിട്ടാം. അങ്ങനെ ഈ എം കാണണമെന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓടിൻ്റെ ഈവൻ്റ് കേസിൽ എം കാണണമെന്ന് ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ക്ലിക്കാവും കേട്ടോ. എം 7 കിട്ടിയ പിന്നെ പഴയ ആസ് യൂഷ്വൽ പ്രോബ്ലം ചെയ്യുന്ന പോലെ 7 കിട്ടിയ പഴയ പോലെ ചെയ്യാം. ഓക്കെ, അത് പിന്നെ 5 - അത് പിന്നെ നമ്മൾ എങ്ങനെയാണോ ഇതുവരെ പ്രോബ്ലം ചെയ്തത് അതേപോലെ ചെയ്യാം കേട്ടോ. 5 - 8 7 അല്ലേ? 7 5 - 7 5 - 7 എന്ന് പറഞ്ഞാൽ -2, അത് 2 ആയി. 7 - 7 0 0 mod 0 0. 9 - 2 9 - 7 2 2. 10 - 7 3 3. 12 - 7 5 5. 15 - 7 8 8. എടാ ഫ്രീക്വൻസി കൊണ്ട് ഗുണിക്കുക. 8 × 2 16. അങ്ങനെ ഫില്ല് ചെയ്യുക. 0 ഗുണിച്ചാൽ 0 4 6 5 × 2 10 48. 8 × 6 48. ഒക്കെ പാടെ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടും 40. ഇതൊക്കെ പിന്നെ പഴയ പോലെ, പിന്നൊക്കെ പഴയ പോലെ ഫോർമുല ചെയ്യുക. പിന്നെ വേറെ മാറ്റങ്ങളൊന്നുമില്ല. നേരെ ഫോർമാറ്റിൽ കൊണ്ടുനടക്കാം. മീൻ ഡീവിയേഷൻ MD ആണ്. സോ I1 to n. ഇവിടെ ഫ്രീക്വൻസി ഉള്ളതാണ്. അപ്പോൾ ഫ്രീക്വൻസി ഇൻറ്റു നോർമൽ മോഡാണ് ഇവിടെ വരിക. വേരിയൻസ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ നോർമൽ ബ്രാക്കറ്റ് സ്ക്വയർ വരും കേട്ടോ. അല്ലാത്ത XI - മീഡിയ ആയതുകൊണ്ട് M ആണ് ബൈ N ആണ്. സോ ഒക്കെ പാടെ ഇതാക്കി എത്ര വരുന്നത്? 84 ആണ് വരുന്നത്. ഒക്കെ സാധാരണ ചെയ്യുന്ന പോലെ 84/n 26. ഇതൊക്കെ നോർമൽ ഡിവിഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുക 3.23 കേട്ടോ. MD 3.23 ആണ് നമുക്ക് എന്ത് കിട്ടുക? ആൻസർ ആയിട്ട് കിട്ടുക 3.23. ഓക്കെ, അടുത്ത ഫൈൻഡ് ദി മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ഫോർ ദി ഡാറ്റ. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ n വ്യത്യാസം ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. n-ൽ ചെറിയ മാറ്റമുണ്ട്. നേരത്തെ ചെയ്തത് ഓഡ് കേസാണ്, ഇത് നേരത്തെ ചെയ്തത് ഈവൻ കേസാണ്, ഇപ്പോൾ ചെയ്യുന്നത് ഓഡ് കേസാണ്. അപ്പോൾ 2 സാർ ചെയ്യുന്നുണ്ട്. ഇനി എങ്ങനെ വന്നാലും കൺഫ്യൂഷൻ ആവരുത് എന്നുള്ളതാണ്. ഫുൾ സെറ്റാണ് നമ്മൾ ഇട്ട് തരുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഫുൾ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഇനി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അഡീഷണലി വേറെ ഒന്നും നോക്കണ്ട. സ്റ്റാറ്റിസ്റ്റിക്സിൽ വേറെ അഡീഷണലി ഒന്നും നോക്കാനില്ല. കംപ്ലീറ്റ് സാർ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തന്നെ കേട്ടോ. XI FI എഴുതിക്കോളൂ. CF cumulative frequency, XI - M മോഡ് ഫ്രീക്വൻസി ആയിട്ട് ഗുണിക്കുക
എക്സ് മൈനസ് എം. കുറച്ച് നമ്പേഴ്സേ ഉള്ളൂ. 15 കറക്റ്റ് ഓർഡറിലുണ്ട് എഴുതിയെടുത്തോട്ടെ. 15, 21, 27, 30, 35, 3, 5, 6, 7, 8. കുമുലേറ്റീവ് ഫ്രീക്വൻസി ആയല്ല. ആദ്യം 3 എഴുതുക, 5, 3 തമ്മിൽ കൂട്ടുക, നേരത്തെ പോലെ 8, 8 മാറും കൂട്ടുക, 14, 14 7, 21, 21 8, 29 കേട്ടോ. അപ്പോൾ n 29 ആയിരിക്കും കേട്ടോ. n 29 ആയിരിക്കും കൂട്ടിയാൽ കിട്ടുക, ഒരു മാറ്റമില്ല. ഇനി എം കാണും, മീഡിയം കാണാൻ നമ്മൾ നോക്കുന്നത് കേട്ടോ. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അവിടെ കഴിഞ്ഞു. എം കാണുന്നത് എടാ, എം ഓഡ് കേസിൽ എങ്ങനെയാണ് കാണാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, n എന്ന് പറഞ്ഞാൽ 29 ഓഡ് കേസ്. ഓഡ് കേസിൽ എന്താ ചെയ്യുക? വളരെ സിമ്പിളാണ്. ഓഡ് കേസിൽ മീഡിയം കാണാൻ വളരെ സിമ്പിളാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. മീഡിയം എന്ന് പറഞ്ഞാൽ n+1/2 തിട്ടാമോ. മീഡിയം കാണാനുള്ള ഫോർമുല n+1/2 തിട്ടാമോ. n എന്ന് പറഞ്ഞാൽ 29 + 1/2 തിട്ട്. അപ്പോൾ 29 30/2 എത്രടാ? 15th ഇട്ട്. 15th ടൈം എന്താ? 15th ടൈം കണ്ടെത്തിക്കേ. 3-ലില്ല, 8-ലില്ല, 14-ലും 21-ലുള്ള. 21-ൻ്റെ നേരെ എക്സ് ആണ് നോക്കേണ്ടത് കേട്ടോ. എക്സ് ആണ് നോക്കേണ്ടത്, ഫ്രീക്വൻസി അല്ല. എക്സ് ഐയിലുള്ള വാല്യൂ ആണ് നോക്കേണ്ടത്, മറക്കണ്ട. 30 കിട്ടുക കേട്ടോ. 30 കിട്ടുക. ബാക്കിയൊക്കെ പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. 30 മീഡിയം കിട്ടുക 30. 15ാമത്തെ ടേം 30. 15th ടേം എന്താണ്? മീഡിയം എം ഈക്വൽ എത്ര? 30. പിന്നെ പഴയ പോലെ ചെയ്യാം. ഓക്കെ, 15 - 30 -15, അത് മോഡുലസ് ചെയ്താൽ 15. അടിപൊളി, നിങ്ങളോട് ചെയ്തോ. അവിടെ കീ മാത്രം എഴുതാം. 9 വരും, 3 വരും, 0 വരും, 5 വരും. ഫ്രീക്വൻസി കൊണ്ട് ഗുണിച്ചോ. 3 × 15 45. ഞാൻ കീസ് മാത്രമേ എഴുതുന്നുള്ളൂ. 45, 18, 0, 40. ഒക്കെ പാടെ കൂട്ടിക്കഴിഞ്ഞാൽ 148 കേട്ടോ. 148. പിന്നെ നേരെ ഫോർമുല കൊടുക്കാം. മീൻ ഡീവിയേഷൻ 145. ഞാൻ ഫോർമുല ഒന്നും എഴുതുന്നില്ല. 148/29. 148/29. സോ ആൻസർ കിട്ടുക 5.1. ഓക്കെ, 5.1. എടാ ഇത്രയേ ഉള്ളൂ. പിന്നെ എടാ കോഫിഷ്യൻ്റ് ഓഫ് വേരിയൻസ് എന്ന് പറഞ്ഞൊരു ഫോർമുല ഉണ്ട് കേട്ടോ. എടാ ഇതിന് ഇത് എന്താ വെച്ചാൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ ലാസ്റ്റിലാണ് നമുക്ക് അതിൻ്റെ ഫോർമുല ഉള്ളത്. അത് എവിടെ വരിക വെച്ചാൽ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വരുമ്പോഴാണ് ആക്ച്വലി അത് വരുള്ളൂ കേട്ടോ. കോഫിഷ്യൻ്റ് ഓഫ് വേരിയൻസ് എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്കിൻ്റെ അവസാനമാണ് അതുള്ളത്. അപ്പോൾ അതൊന്ന് പഠിച്ച് വെക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ കോഫിഷ്യൻ്റ് ഓഫ് വേരിയൻസ് എന്താണെന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. അത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് എഴുതി വെക്കുക. ഫോർമാറ്റ് ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്യാത്ര ആവശ്യമുള്ളൂ കേട്ടോ. കോഫിഷ്യൻ്റ് ഓഫ് വേരിയൻസ് CV എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അത് എന്താ പറയുക, മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, അത് ചോദിക്കുക. ഓക്കെ എടാ, ഞാനവിടെ ഒന്ന് എഴുതുന്നുണ്ട് കേട്ടോ. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ അപൂർവം ഇത് എവിടെ വരിക വെച്ചാൽ മീന് കാണാനും വേരിയൻസ് എന്ന് പറഞ്ഞാൽ റോ സ്ക്വയർ, അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇത് മൂന്നും പോകുന്ന ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, CV കാണാൻ ചോദിക്കും. കോഫിഷ്യൻ്റ് ഓഫ് വേരിയൻസ് ഈ ക്വസ്റ്റ്യനിലാണ് ഇത് വരും കേട്ടോ, CV. ഓക്കെ, ഒന്നുമില്ല, നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവില്ലോ, റൂട്ട് വേരിയൻസ്, അതേ ഡിവൈഡ് ബൈ മീൻ. ഞാൻ X ബാർന്ന് എഴുതുന്നുള്ളൂ, മീൻ X ബാർന്ന് എഴുതിയാൽ മനസ്സിലാവില്ലേ, മീൻ കാണും × 100. ഇതാണ് അതിൻ്റെ ഫോർമാറ്റ് കേട്ടോ. പ്രത്യേകിച്ചൊന്നും ലാസ്റ്റ് ഇത് നിങ്ങൾ നെക്സ്റ്റ് കാൽക്കുലേറ്ററിൽ കൊടുത്താൽ മതി. ഏത് പ്രോബ്ലത്തിനാണോ അങ്ങനെ വന്നാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉത്തരം എന്താ വെച്ചാൽ പ്ലേസ് ചെയ്യാം. അതിനെ X ബാർ മീൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാം, എന്നിട്ട് അതിനെ × 100 കാണാം. അപ്പോൾ കിട്ടുന്ന ഉത്തരം എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഇത് ചിലപ്പോഴേ വരുള്ളൂ, വരില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഒന്ന് നോട്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. വളരെ വളരെ ക്ലിയർ ആയിട്ട് പഠിക്കാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഇതിൽ കൂടുതലൊന്നും പഠിക്കാനില്ല. സ്റ്റാറ്റിക് ഫുൾ ആൻഡ് ഫുൾ ആണ് കേട്ടോ.